സ്ഥിര സുഖമായ ആസനത്തിലിരുന്ന് നിവർന്നിരുന്ന് പവിത്രമായിട്ടുള്ള പ്രണവം ജപിക്കാം. എല്ലാവരും ഏറ്റുചൊല്ലാം. ब्रह्मविद्यासम्प्रदायकर्तृभ्यो वंशऋषिभ्यो परमगुरुभ्यो महद्भ्यो नमो गुरुभ्यः. सर्वोपप्लवरहितप्रज्ञानघनप्रत्यगर्थब्रह्मैवाहमस्मि. नारायणं पद्मभुवं वसिष्ठं शक्तिं ददत्पुत्रपराशरं च व्यासं शुकं गौडपथं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोटकं वार्त्यकारमन्यानस्मल्गुरुन् सन्ततमानतोऽस्मि. श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः. ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवल्व्याप्तदेहाय दक्षिणामूर्तये नमः. यं शैवास्वमुपासते शिव इति ब्रह्मेति वेदान्तिनो बौद्धा बुद्ध इति प्रमाणपटवः कर्तेति नैयायिका अर्हन्नित्यथ जैनशासनरताः कर्मेति मीमांसकाः. सोऽयं वो विदधातु वाञ्छितफलं त्रैलोक्यनाथो हरिः. सोऽयं वो विदधातु वाञ्छितफलं त्रैलोक्यनाथो हरिः. हरिः ओम्. हरिः ओम्. हरिः ओम्. 2012 ഡിസംബർ 30 കൊല്ലവർഷം 1188, ധനുമാസം 15 കൃഷ്ണവർഷം 5012 പൗഷമാസത്തിൽ 15 പവിത്രമായിട്ടുള്ള ഈ പുണർദ നക്ഷത്രത്തിൽ ദ്വിതീയാതിഥിയിൽ സർവോപരി വിശിഷ്ടമായിട്ടുള്ള ശ്രീ പരശുരാമ ജയന്തി വിശ്വം മുഴുവൻ ആഘോഷിക്കുന്ന ഈ പുണ്യമുഹൂർത്തത്തിൽ ശിവഗിരി തീർത്ഥാടന ആരംഭ ദിനത്തിൽ ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാസത്രത്തിൻ്റെ ഏറ്റവും വിശിഷ്ടതമമായിട്ടുള്ള ഒരധ്യായം മനനം ചെയ്യാനുള്ളൊരു ഭാഗ്യമാണ് നമുക്ക് സിദ്ധിച്ചിട്ടുള്ളത്. കുചേലോപാഖ്യാനം ഏറ്റവും ശ്രീമദ് ഭാഗവതത്തിലെ വിശിഷ്ടതമം എന്ന് പറയാൻ കാരണം ആചാര്യവാക്യമാണ്. ഒരു തവണ ഉടുപ്പി പേജാവറ മഹാതപസ്വിയായിട്ടുള്ള ഉടുപ്പി പേജാവറ ഒരു സത്സംഗത്തിൽ വച്ചിട്ട് 10-15 വർഷം മുമ്പേ ഒരു ക്ലാസ് അതിൻ്റെ സമുദ്ഘാടനത്തിൻ്റെ സമയത്ത് സ്വാമികളുടെ ഒരു ആദേശമുണ്ടായി. അദ്ദേഹം തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്: ശ്രീമദ് ഭാഗവതം അത് പ്രാവർത്തികമാക്കുക, അതാണ് ജീവിതധർമ്മം. അവിടെ ഏറ്റവും വിശിഷ്ടമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കുചേലോപാഖ്യാനം വെറും 2 അധ്യായമാണ്. സാക്ഷാൽ ആ സന്യാസിവര്യൻ്റെ യതിവര്യൻ്റെ മുഖകമലങ്ങളിൽ നിന്ന് നിർഗതമായിട്ടുള്ള വാണികളാണ്. ആ വാണികളുടെ മുമ്പിൽ വിനീതമായിട്ട് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുന്നിലിരിക്കുന്ന ശ്രേഷ്ഠരായിട്ടുള്ള യതിവര്യന്മാര്, മഹാതപസ്വികളായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള സദസ്യര്
നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള കുചേലോപാഖ്യാനം എന്ന കഥാഭാഗം, കഥാസന്ദർഭം യഥാശക്തി യഥാമതി ഇവിടെ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ്. കുചേലോപാഖ്യാനം എന്നുള്ള തത്വം തന്നെ മനഃശുദ്ധി. ശ്രീമദ് ഭാഗവതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇതിനു മുന്നേ വേദങ്ങൾ എഴുതിയിട്ടുണ്ട് ശ്രീമദ് ഭാഗവതത്തിന് മുന്നേ. അതിനുശേഷം ഉപനിഷത്തുകൾ ഉണ്ടായിട്ടുണ്ട്. വേദത്തിനും ഉപനിഷത്തിനും ശേഷമാണ് ശ്രീമദ് ഭാഗവതം പോലുള്ള പുരാണങ്ങൾ വരുന്നത്. അപ്പോ ശ്രീമദ് ഭാഗവതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഗ്രന്ഥം തുടങ്ങുന്നതിന് മുമ്പ് വസ്തുനിർദ്ദേശത്തിൽ പറയണം. ഗ്രന്ഥത്തിന്റെ ലക്ഷ്യം എന്താണ്? വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ഭക്ത്യോഘവർദ്ധനം യച്ച കൃഷ്ണസന്തോഷഹേതുകം തദഹം തേഭിധാസ്യാമി സാവധാനതയാ ശൃണു. ഭക്തി വർദ്ധിപ്പിക്കുക, അത് മാത്രമേ ശ്രീമദ് ഭാഗവതത്തിന്റെ ലക്ഷ്യമുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായും കൊണ്ട് ശ്രീമദ് ഭാഗവതം ഉദ്ഘോഷിക്കുന്നത്, പറയുന്നത് ഭക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും ഭക്തനായിട്ട്, ഭഗവത് ഭക്തരായിട്ട് ഒരുപാട് പേരുടെ ഒരു നീണ്ട നിര ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളൊരു ഭക്തൻ, ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ മാത്രം സ്മരിച്ചുകൊണ്ട് ജീവിച്ചിട്ടുള്ള ഒരു ഭക്തനെ കാണിച്ചു തരണം. ശുക ബ്രഹ്മർഷിയോട് ചോദിച്ച സമയത്ത്, പരീക്ഷിത്ത് മഹാരാജാവ് നൈമിഷാരണ്യത്തിൽ ചോദിച്ച സമയത്ത് ഉത്തരമായിട്ട് പറയാണ്, ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു ഭക്തന്റെ കഥ പറയാണ്. സാക്ഷാൽ കുചേലന്റെ കഥയായിക്കോട്ടെ. കുചേലന്റെ കഥ എന്ന് പറഞ്ഞാൽ സുദാമാവിന്റെ കഥ. ഏറ്റവും ഭക്തിയുടെ മൂർധന്യമാണ്. ഭഗവാൻ യാനി നാമാനി മുകുന്ദസ്യ മഹാത്മനഃ വീര്യാണ്യനന്തവീര്യസ്യ ശ്രോതുമിച്ഛാമി തം പ്രഭോ. ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരമാണ്. ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരു രീതി അങ്ങനെയാണ്. ചോദ്യം ചോദിക്കുന്നു, അതിന് ഉത്തരം പറയുന്നു. വളരെ ഗഹനമായി കുചേലോപാഖ്യാനത്തില് വെറും 2 അധ്യായം, ആ 2 അധ്യായത്തിലുള്ള ശ്ലോകങ്ങളെ പറ്റിയിട്ട് വളരെ ഗഹനമായിട്ടുള്ള പഠനം നടന്നിട്ടുണ്ട്. ആ ഒരു പഠനമാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള വളരെ ഗഹനമായിട്ടുള്ള ഒരു പഠനഫലമാണ്. ഭാരതത്തിലുള്ള വിശിഷ്ടരായിട്ടുള്ള 40 ഭക്തന്മാര്, വിശിഷ്ടരായിട്ടുള്ള 40 ഭക്തന്മാര്, നാരദര് മുതൽക്കങ്ങ് തുടങ്ങിയിട്ട് ഭക്തിവേദാന്ത പ്രഭു വരെയുള്ള, വരെയുള്ള ഭക്തന്മാരുടെ എല്ലാവരുടെയും ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഭക്തന്മാരുടെ കോൺട്രിബ്യൂഷൻ ശ്രീമദ് ഭാഗവതത്തിൽ കുചേലോപാഖ്യാനത്തിൽ നിന്ന് അവർക്ക് ഭക്തി എങ്ങനെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള വിഷയത്തിനെ കേന്ദ്രീകരിച്ചിട്ട് മധ്വാചാര്യര്, വല്ലഭാചാര്യര്, ആചാര്യസ്വാമികള്, എല്ലാ ആചാര്യന്മാർക്കും ഭക്തി എന്നുള്ള ആശയം ഉൾക്കൊണ്ടിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് പോരാ, കുചേലോപാഖ്യാനത്തിൽ നിന്നാണ് എന്നുള്ള വിഷയത്തിൽ ഗഹനമായിട്ടുള്ള ഒരു പഠനം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ അദ്വൈത വേദാന്ത വിഭാഗത്തിൽ നടക്കേണ്ടായിട്ടുണ്ട്. അപ്പോ ആ ഭക്തി, അതിന്റെ മാഹാത്മ്യം, അതിന്റെ പാരമ്യത അതിനെ കാണിച്ചുന്നതാണ്. വീര്യാണ്യനന്തവീര്യസ്യ ശ്രോതുമിച്ഛാമഹേ പ്രഭോ. അനന്തവീര്യനായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ, ആ ഭഗവാന്റെ വീര്യങ്ങള് അതൊന്ന് കേൾക്കാൻ ഒരു താല്പര്യമുണ്ട്. കോനുശ്രുത്വാ അസകരൽ ബ്രഹ്മൻ ഉത്തമ ശ്ലോക സൽകഥാഃ വിരമേത വിശേഷജ്ഞോ വിഷണ്ണ കാമമാർഗണൈഃ. എന്തായി ഭഗവാന്റെ ഭക്തി, ഭക്തന്റെ കഥ, കുചേലോപാഖ്യാനം കേട്ടാൽ അതിന്റെ ഫലം എന്താ, അതും കൂടിയും പറഞ്ഞിട്ട് കഥയിലേക്ക് കടക്കാം. കാമമാർഗണൈഃ വിഷണ്ണഃ വിരമേത. കാമങ്ങളിൽ നിന്ന്, കാമപാശത്തിൽ നിന്ന് മുക്തനാവാൻ, മോചിതനാവാൻ ഏറ്റവും ഉദാത്തമായിട്ടുള്ള കുരംഗമാതംഗ പതംഗ ഭൃംഗ മീനാഹതാഹ പഞ്ചഭിരേവ പഞ്ച. പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളെങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. കണ്ണുകൾ പോകുന്നത് ഭഗവാനിലേക്കല്ല, ശബ്ദം പോകുന്നത് ഭഗവാന്റെ അല്ല. അപ്പൊ ആ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളെ വലിച്ചഴയ്ക്കുന്ന സമയത്ത് ആ പഞ്ചേന്ദ്രിയങ്ങൾ ഭഗവാനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ ആ ഭഗവാനായിരിക്കുന്ന
നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്താ വഴി എന്നുള്ളതാണ്. വിരമേത വിശേഷജ്ഞ വിഷണ്ണ കാമമാർഗണൈ. ആ വാക്കുകളുടെ ശക്തി കുചേലോപാഖ്യാനത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു പാണ്ഡിത്യ പ്രകടനമായിട്ടുള്ള ശബ്ദങ്ങളില്ല, ദ്വന്ദ്വാർത്ഥമായിട്ടുള്ള ശബ്ദങ്ങളില്ല. അങ്ങനെ 2 അധ്യായേ ശ്രീമദ് ഭാഗവതത്തിലുള്ളൂ. ബാക്കിയുള്ള ശ്ലോകങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ജന്മാദ്യസ്യേതഃ മുതൽക്കുള്ള ശ്ലോകങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ 10ഉം 12ഉം 20ഉം വ്യാഖ്യാനങ്ങളാണ് ആ ശബ്ദങ്ങൾക്ക്. ജന്മാദ്യസ്യേതഃ സാക്ഷാൽ ബ്രഹ്മസൂത്രത്തിലെ ജന്മാദ്യസ്യേതഃ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. ഇത്തരത്തില് ഒരുപാട് വാച്യാർത്ഥങ്ങളും വ്യംഗ്യാർത്ഥങ്ങളും പ്രതീയമാനാർത്ഥങ്ങളും താല്പര്യാർത്ഥങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ശ്ലോകങ്ങള്. വിജയലോപാഖ്യാനം വരുമ്പോ ആ പാണ്ഡിത്യ പ്രകടനം ഒന്നുമില്ല. ഭക്തി ഭക്തി സമർപ്പണം വേറെ ഒന്നുമില്ല. അത്ര സരളമായ ഭാരതത്തിലെ ഏത് ഭാഷ അറിയാവുന്ന ഒരാൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന അത്ര സരളമായ, എല്ലാവരുടെയും ഉള്ളിലേക്ക് എത്തിക്കണം. ശ്രീകൃഷ്ണ ബ്രഹ്മർഷി വിചാരിച്ചിട്ടുണ്ടാവണം അതിനനുസരിച്ചിട്ടുള്ളൊരു ഭാഷ. ഇനി ആ വാക്കിന്റെ ഒരു പ്രത്യേകത പറയുന്നുണ്ട്. സാ വാക്യയാ തസ്യ ഗുണാൻ ഗൃണീയതേ കരൗ ച തൽ കർമ്മകരൗ മനശ്ച സ്മരേൽ വസന്തം സ്ഥിരജംഗമേഷു. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇത്ര സുന്ദരമായ വാക്കുകൾ ഈ 2 ശ്ലോകങ്ങള്. സ്മരേൽ വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തൽ പുണ്യകഥാ സകർണഃ. ശൃണോതി തൽ പുണ്യകഥാ സകർണഃ. ശിരസ്യുതസ്യോ ഭയലിംഗമാനമേൽ തദേവയൽ പശ്യതി തദ്ധി ചക്ഷുഃ. അംഗാനി വിഷ്ണോരഥ തജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. പാദോദകം യാനി ഭജന്തി നിത്യം. എത്ര ഭംഗിയായിട്ടാ ഭക്തി ഉണ്ടാവേണ്ടത്, എങ്ങനെയാണ്, എന്താണ് ഭക്തി എന്ന് ചോദിച്ചപ്പോ ഒരൊറ്റ ശ്ലോകത്തില് ഭക്തിയുടെ സ്വഭാവം എങ്ങനെയാണ്, ഭക്തി എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. സാവാക് യയാ തസ്യ ഗുണാൻ ഗൃണീയതേ. വാക്ക് എന്താണ് എന്ന് ചോദിച്ചു. വാക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ വാക്കിന്റെ നിർവചനം എന്താ? 30 കൊല്ലം 40 കൊല്ലം 50 കൊല്ലം 60 കൊല്ലം ജീവിച്ചു, ഒരുപാട് വാക്കുകൾ ഉച്ചരിച്ചു. ഈ ഉച്ചരിച്ചതില് നമ്മളെ വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ യയാ തസ്യ ഗുണാൻ ഗൃണീയതേ. തസ്യ ഗുണാൻ ഗൃണീയതേ. ഓർത്തോളൂ, ഭഗവാന്റെ നാമം ചെല്ലുന്ന വാക്കേതോ അത് മാത്രമേ വാക്കായിട്ട് ഉച്ചരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് വാക്കല്ല. യയാ തസ്യ ഗുണാൻ ഗൃണീയതേ കരൗചതൽ കർമ്മകരൗ. കൈകളേതാ? സാക്ഷാൽ പുരുഷ സൂക്തത്തിലെ മഹത്തായിട്ടുള്ള തത്വം. ബ്രാഹ്മണോസ്യ മുഖമാസിയിൽ ബാഹുരാജന്യ കൃത ഗുരു തദസ്യേത് വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത. തത്വത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കരങ്ങള്, ഭഗവാന്റെ കരങ്ങൾ കർമ്മം ചെയ്യുന്നത് എന്തോ. ആചാര്യസ്വാമികൾക്ക് ഈ ശ്ലോകം എത്ര ഇഷ്ടായി നിശല്യ, എത്ര സന്തോഷമായി നിശല്യ. ഈ ശ്ലോകം കേട്ടിട്ട് ആചാര്യസ്വാമികൾ വായിച്ചിട്ട് ശൈവമായിട്ട് ഇതിനെ വളരെ സുന്ദരമായി ഭംഗിയായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. ആത്മാമേ ഗിരിജ സഹചരാ പ്രാണാശരീരം ഗൃഹം പൂജാമേ വിഷയോപഭോഗരചന നിദ്രാസമാധിസ്ഥിതി സഞ്ചാര പദയോ പ്രദക്ഷിണ വിധി സ്തോത്രാണി സർവാഗിരാ യദ്യൽ കർമ്മ കരോമി തദഖിലം ശംഭോ തവാരാധനം. ശംഭോ തവാരാധനം. ശൈവമായിട്ട് ഈ ശ്ലോകം ഒന്ന് വ്യാഖ്യാനിക്കണം. ശിഷ്യന്മാര് തോടകാചാര്യര് പറഞ്ഞതിനനുസരിച്ചിട്ട് വൈഷ്ണവമായിട്ടുള്ള ഇതേ തത്വം തന്നെ ശൈവമായിട്ട് വ്യാഖ്യാനിക്കണം. സംശയമൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ മുഖകമലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ശ്ലോകമാണ്. വളരെ സരളമായിട്ട് സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ടുള്ള വന്നിട്ടുള്ള ഒരു ശ്ലോകമാണ്. കരൗ ച തത് കർമ്മകരൗ മനശ്ച സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു. മനസ്സ് എന്താണ്? മനസ്സ് എന്ന് ചോദിക്കുക. സ്ഥിരമായിട്ട് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുക. സ്ഥിരമായി ഭഗവാനെ തന്നെ സ്മരിക്കുന്നത് എന്തോ അതാണ് മനസ്സ്. ആദ്യം നിർവചനം പറഞ്ഞിട്ടാണ് കഥയിലേക്കല്ല കടക്കുന്നത്. പ്രായമുള്ള
ഒരുപാട് അനുഭവമുള്ള ജ്ഞാനികളായിട്ടുള്ള ആളുകളാണ് മുമ്പിലിരിക്കുന്നത്. കഥ പറയേണ്ട ആവശ്യമില്ല. കുചേലൻ വന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കുചേലനായിട്ടുള്ള ആള് സമ്പന്നനായി, കുബേരനായി. കഥ പറയേണ്ട ആവശ്യമില്ല. കഥയുടെ തത്വസമീക്ഷയാണ് അവിടെ പ്രസക്തമായിട്ടുള്ളത്. സ്മരേ വസന്തം സ്ഥിരജംഗമേഷു. മനസ്സ് മുഴുവൻ ഭഗവാന്റെ കാര്യങ്ങള്, ഭഗവാന്റെ കഥകള്, ഭഗവാന്റെ ലീലകള് സ്മരിച്ചുകൊണ്ടിരിക്കുക. ശൃണോതിയൽ പുണ്യകഥ സകർണ. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതെന്തോ അതാണ് ചെവി. കേൾക്കുന്നതെല്ലാം ഭഗവാന്റെ കഥകള്. എന്ത് കേട്ടാലും ഭഗവാന്റെ കഥകളാക്കി സ്വീകരിക്കാൻ സാധിക്കുന്നതെന്തോ അതിനാണ് ചെവി എന്ന് പറയുള്ളൂ. അതിനാണ് ചെവി എന്ന് പറയുള്ളൂ. നമ്മളുടെ അവയവങ്ങളും ഇന്ദ്രിയങ്ങളും നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഭാവം നമ്മൾ എത്ര ഉൾക്കൊണ്ടിട്ടുണ്ട്. ശിരസ്തുതസ്യോ ഭയലിംഗമാനമേ. തല എന്ന് പറഞ്ഞാ എന്താ? ഭഗവാന്റെ അവയവത്തിനെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട്, നമിക്കാൻ വേണ്ടിയിട്ട്, ആനമനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്തോ അതാണ് ശിരസ്. തദേവയൽ ചക്ഷുഹു. കണ്ണുകളെന്താ? കാണുന്നത് മുഴുവൻ ഭഗവാൻ. കാണുന്നത് മുഴുവൻ ഭഗവാനായിട്ട് കാണാൻ സാധിക്കുന്നത് എന്തോ അതാണ് കണ്ണുകള്. അംഗാനി വിഷ്ണു രഥതജ്ജനാനാം. മറ്റവയവങ്ങൾ ഓരോന്നായിട്ട് എണ്ണി പറയണില്ല. ഓരോ അവയവങ്ങളും ഭഗവാന്റെ കർമ്മം ചെയ്യാൻ ഉതകുന്നതെന്തോ അത് ശരീരാവയവം. ഭഗവാന്റെ കർമ്മം ചെയ്യാൻ ഉതകുന്നതെന്തോ അത് ശരീരാവയവകം. പാദോദകം യാനി ഭജന്തി നിത്യം. പോരാ, ഭഗവാന്റെ പാദോദകം, പാദതീർത്ഥം ഭജിക്കുന്നതായിട്ടുള്ള എന്തോ അതാണ് ഭഗവാൻ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാവം സ്വാംശീകരിച്ചിട്ടുള്ള ഒരാള് ഇത്രയും പറഞ്ഞപ്പോ പറഞ്ഞു, ഇതൊക്കെ സ്വാംശീകരിച്ചിട്ടുള്ള ഒരാള് ഈ 2012 ആലോചിച്ചാൽ കാണാൻ സാധിക്കുമോ? അതുപോലൊരാളെ കാണാൻ സാധിക്കുമോ? തത്വം പറയാൻ വളരെ എളുപ്പമാണ്. കാണാൻ സാധിക്കുമോ? ഉണ്ടല്ലോ, കാണാൻ സാധിക്കും. സംശയമില്ലായിരിക്കണം. എൻ്റെ ഇടയിൽ തന്നെ കാണാൻ സാധിക്കും. കൃഷ്ണസ്യാസീൽ സഖാ കശ്ചിൽ ബ്രഹ്മണോ ബ്രഹ്മവിത്തമഃ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയഃ യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമീ തസ്യ ഭാര്യ കുചേലസ്യ ക്ഷുക്ഷാമ ച തഥാവിധാ ച തഥാവിധാ. അങ്ങനെയുള്ള ഒരാളെ കാണാൻ സാധിക്കും. ആരാ? കൃഷ്ണസ്യാസ്തിൽ സഖാ കശ്ചിൽ. കുചേലൻ എന്ന് പറഞ്ഞ ഒരാള് ശ്രീകൃഷ്ണന്റെ സഖാവായിട്ട് ഒരാള് ഉണ്ടായിരുന്നു. ചെറുതായിട്ട് വേറൊന്നിലേക്ക് കടക്കാം. ശ്രീകൃഷ്ണന്റെ ഇത്ര സഖാവായിട്ടുള്ള ഒരാള്, ഭൂലോകത്തിന്റെ 3 ലോകത്തിന്റെയും ചക്രവർത്തിയായിട്ടുള്ള ഭഗവാന്റെ സഖാവായിട്ടുള്ള ഒരാൾക്ക് എന്താ ഇങ്ങനെ ദാരിദ്ര്യം വന്നുപെടാൻ കാരണം? എന്താ ഇങ്ങനെ ക്ലേശം വന്നുപെടാൻ കാരണം? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സഖാവായിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഒരു സംശയം മനസ്സിന്റെ ഉള്ളിൽ ചെറുതായിട്ടുണ്ടാവാം. അവിടെ ശ്രീധരൻ ഭംഗിയായിട്ട് ഉത്തരം പറയുന്നുണ്ട്. എന്താ ദാരിദ്ര്യം എന്ന് പറയുന്നത്? എങ്ങനെയാണ് ദാരിദ്ര്യം പറയുന്നത്? ജന്മാന്തരങ്ങളിൽ ഈ ജന്മത്തിലെ കുചേലൻ പുണ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, സ്വധർമ്മം മാത്രമേ അനുഷ്ഠിച്ചിട്ടുള്ളൂ. പക്ഷെ കഴിഞ്ഞ ജന്മങ്ങളില് ചില ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ചില അകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ചില അധർമ്മങ്ങൾ പറ്റിയിട്ടുണ്ട്. ഈ അധർമ്മമാണ് ദാരിദ്ര്യമായി മാറിയത്. എന്ത് കർമ്മം ചെയ്യുമ്പോഴും നോക്കിക്കോളൂ കുചേലന്റെ കഥ. നമ്മൾ പുരാണത്തിന്റെ കഥ മനസ്സിലാക്കുമ്പോൾ, വേദം പഠിക്കുന്ന സമയത്ത് വേദത്തിന്റെ വ്യാഖ്യാനമാണ് ഭാഗവതം. വേദത്തിന്റെ ശ്രുതി എന്നുള്ളത് സാരമായിട്ടുള്ളത് ഭാഗവതം. വേദം ചെല്ലുന്ന സമയത്ത് ആ മന്ത്രം യഥാതഥം സ്വീകരിക്കണം, ചെല്ലണം. ഉപനിഷത്ത് പറയുമ്പോ അതിലുള്ള വാക്കുകൾ അതേപോലെ സ്വീകരിക്കണം. സത്യം വദ എന്ന് പറഞ്ഞാൽ സത്യം പറയണം തന്നെയാണ്, 2 പക്ഷമില്ല. ധർമ്മം ചര എന്ന് പറഞ്ഞാൽ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഓരോരുത്തരുടെ ധർമ്മങ്ങൾ വ്യത്യാസമുണ്ട്. സ്വാധ്യായാന്മാ പ്രമദഃ, സെൽഫ് സ്റ്റഡി ഒഴിവാക്കരുത് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ, ഇതൊക്കെ ആ പറഞ്ഞത് അതുപോലെ ചെയ്യാ. 2 പക്ഷമില്ല. വേദത്തിന്റെയും ഉപനിഷത്തിന്റെയും കാര്യത്തില് അത് തന്നെയാണ് കാര്യം. ഇതിഹാസ പുരാണങ്ങളിലേക്ക് കടക്കുമ്പോ
കഥയുടെ ഉള്ളിൽ നിന്ന് സാരം സ്വീകരിച്ചെടുത്തോളം. അങ്ങനെ ഉണ്ടായ എങ്ങനെയാ എന്നുള്ളതല്ല, അതിൻ്റെ സാരം സ്വീകരിച്ചെടുക്കാൻ സാധിക്കണം. ഇവിടെ കുചേലൻ എന്നുള്ള കഥയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സാരമായിട്ട് വരുന്നത് അതാണ്. കുചേലത്വം വന്നു, ദരിദ്രത്വം വന്നു. കാരണം എന്താ? പൂർവജന്മത്തില് ചെയ്തത് ഒരു വർക്ക് പ്രിൻസിപ്പിൾ ഉണ്ട്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ. എനിക്കൊരു കഷ്ടം വന്നു, എനിക്ക് കാലിന് വേദന വന്നു, എനിക്ക് വയറുവേദന വന്നു, മറ്റേ ആള് കാരണമല്ല, അവനെന്റെ കർമ്മം കാരണമാണ്. എനിക്ക് ബുദ്ധിമുട്ട് വന്നു, ക്ലേശം വന്നു, മറ്റൊരാള് കാരണമല്ല, എന്റെ കർമ്മം കാരണമാണ്. അപ്പോ അകർമ്മബന്ധനം എന്നുള്ളത് അത് ബോധിപ്പിക്കാൻ ഉത്തമ സുഹൃത്തിനെ മാതൃകയായിട്ട് വെച്ചിട്ടാണ് ശിശുക ബ്രഹ്മർഷി അവതരിപ്പിക്കുന്നത് ഭഗവാന്റെ. അപ്പോ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആശയം, കുചേലൻ എന്നുള്ള ആൾക്ക് ഒരുപാട് ശബ്ദങ്ങള്, 20ഓളം ശബ്ദങ്ങള് ഈ 2 അധ്യായത്തിന്റെ ഇടയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കുചേലൻ എന്നുള്ള ഒരൊറ്റ ആൾക്ക് 20ഓളം ശബ്ദങ്ങൾ വിശേഷണമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാ 20 ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത്? 20 പേരുകൾ ഉപയോഗിക്കുന്നത് എന്തിനാ? ശ്രീകൃഷ്ണനും അതേപോലെ തന്നെ 25ഓളം ശബ്ദങ്ങൾ സംജ്ഞയായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ അതിവിടെ ഇത്രയും ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളത്? ഓരോന്നായിട്ട് നോക്കുമ്പോൾ അതിന്റെ തത്വം മനസ്സിലാവും. സുദാമ ആദ്യം ഉപയോഗിച്ചിട്ടുള്ള ശബ്ദമാണ് സുദാമ. സുഷ്ഠു ദാമ യസ്യ സഹ സുദാമ, വേണ്ട പോലെ നിയന്ത്രണം ഉള്ള ആള്. രണ്ടാമതായിട്ട് സഖാ. സഖാ എന്താ ഈ സഖാവ് എന്ന് പറഞ്ഞാൽ? സ്വകർമ്മേ നിരതഃ സഖാ. ഭാഷ്യത്തിൽ പറയും, അവനാന്റെ മനസ്സിനനുസരിച്ച് കർമ്മം ചെയ്യുന്ന ആളോ ആരാണോ അദ്ദേഹമാണ് സഖാവ്. ബ്രാഹ്മണ, നാലാമതായിട്ട് പറയുന്ന ഉദാഹരണമാണ് ബ്രാഹ്മണ. ബ്രഹ്മജ്ഞാനി തു ബ്രാഹ്മണ. യാഗങ്ങൾ ചെയ്യുമ്പോ, യജ്ഞം ചെയ്യുന്ന സമയത്ത് സമവേദിയായിട്ട് ഋത്വിക്കുണ്ട്. വളരെ ബ്രഹ്മജ്ഞാനിയായിക്കൊണ്ട് സുബ്രഹ്മണ്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നെ. പൂർണ്ണ സമയവും ബ്രഹ്മജ്ഞാനത്തിൽ ലയിച്ചിരിക്കുന്ന ആള് സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യാഹ്വാനം വളരെ വിശേഷമായിട്ടാണ്. പ്രകൃതിയെ മുഴുവൻ യാഗശാലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, പ്രകൃതിയെ നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മം യാഗം. ആ പ്രകൃതിയെ നിയന്ത്രിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള പഞ്ചഭൗതികമായിട്ടുള്ള പ്രകൃതിയെ നിയന്ത്രിക്കുന്നു, അത് യാഗം. അതിനുവേണ്ടി വിളിക്കുന്ന ഋത്വിക്ക്, യജമാനൻ വിളിക്കുന്ന ഋത്വിക്കിന്റെ പേര് സുബ്രഹ്മണ്യൻ. ഓർക്കണം ഈ രണ്ടും തമ്മിലുള്ള ഉറപ്പ്, രണ്ടും തമ്മിലുള്ള ബന്ധം. അപ്പോ ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനം ഉള്ള ഒരാൾക്ക് മാത്രമേ പ്രകൃതിയെ അനുകൂലമാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള തത്വം കാണിക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണ. അടുത്തതായിട്ട് ബ്രഹ്മവിദ് തമഹ. പോരാ പോരാ, ശിശുക ബ്രഹ്മർഷിക്ക് എത്ര പറഞ്ഞിട്ടും മതിയാവണില്ല. ബ്രഹ്മവിദ് തമഹ. ബ്രാഹ്മണ എന്ന് പറഞ്ഞു പോരാ, വീണ്ടും ആവർത്തിച്ച് പറയാ. ബ്രഹ്മവിത്തുക്കളില്, ബ്രഹ്മത്തിനെ അറിയുന്ന ആളുകളില്, ബ്രഹ്മത്തിന് സത്യജ്ഞാനം അനന്തമായിട്ടുള്ള ബ്രഹ്മത്തിനെ, തത്വമയമായിട്ട് സ്വാംശീകരിച്ചിട്ടുള്ള ബ്രഹ്മത്തിനെ അതിനെ അറിയുന്ന ആളുകളില് തമഹ ശ്രേഷ്ഠ. ഒരുപാട് ബ്രഹ്മജ്ഞന്മാരെ പറ്റി ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. നാരദരെ പല ആളുകളെയും പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളാരാ ചോദിച്ചു? സംശയമൊന്നും വേണ്ട. ശിശുക ബ്രഹ്മർഷി പറയാണ് ബ്രഹ്മവിദ് തമഹ. ആരാണ് ചോദിച്ചാൽ കുചേലനാണ്. ഇനി ഇന്ദ്രിയാർത്ഥേഷു വിരക്ത. ഇന്ദ്രിയങ്ങളുണ്ട്, 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. ഈ ഇന്ദ്രിയങ്ങൾ മുഴുവൻ നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇന്ദ്രിയങ്ങളുടെ അർത്ഥം, അതിന്റെ പ്രയോജനം, അതില് വളരെ വിരക്തനായിട്ടുള്ള ആളാണ്. ആത്മാനം രഥിരം വിദ്ധി ശരീരം രഥമേവ ച ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃ പ്രഗ്രഹമേവ ച. ഉദാത്തമായിട്ടുള്ളൊരു വർണ്ണന, ശ്രേഷ്ഠമായിട്ടുള്ളൊരു വർണ്ണന ഉപനിഷത്തിൽ പറയുന്നുണ്ട്. രഥിയായിട്ട് ഈ രഥത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആളാണ് ആത്മാവ്. ശരീരം രഥമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ ഇത്രയും സുന്ദരമായിട്ട്, ഇത്രയും ബലവത്തായിട്ട്, ഇത്രയും ശ്രേഷ്ഠമായിട്ട് നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുന്ന ശരീരം വെറും ഒരു തേരാണ്. ആത്മാവിന് ഇരിക്കാനുള്ള ഒരു വണ്ടിയാണ്. ബുദ്ധിം തു സാരഥിം വിദ്ധി.
ആ വണ്ടി വലിച്ചു കൊണ്ടുപോകണം. നമ്മുടെ ശരീരമായിട്ടുള്ള തേരിനെ വലിച്ചു കൊണ്ടുപോകണത് ആരാ? ബുദ്ധിം തു സാരഥിം വിദ്ധി. ബുദ്ധിയാണ് വലിച്ചു കൊണ്ടുപോണത്. സദസദ്വിവേക. ബുദ്ധി എന്ന് പറഞ്ഞാൽ നെല്ലും വലുതും തിരിച്ചറിയാൻ പറ്റുക, തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റുക. ആ തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റുക എന്നുള്ള തത്വമാണ് വലിച്ചു കൊണ്ടുപോകുന്നത്. മനഃഗ്രഹമേവച. വലിക്കാൻ ഒരു കടിഞ്ഞാണുണ്ട്. കടിഞ്ഞാണാണ് മനസ്സ്. സുഖാദ്യുപലബ്ധി സാധനം ഇന്ദ്രിയം മനഃ. മനയവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. കെട്ടുപാടിനും കെട്ടുപാടില്ലായ്ക്കും ഉള്ള കാരണമായിട്ടുള്ള മനസ്സ്, കെട്ടുപാടുണ്ടായിരിക്കും കെട്ടുപാടില്ലാതിരിക്കുന്നതിനും കാരണമായിട്ടുള്ള മനസ്സ്, ആ മനസ്സാണ് കടിഞ്ഞാണായിട്ടുള്ളത്. ഇന്ദ്രിയാണി ഹയാന്യാഹുഹോ. ഈ കടിഞ്ഞാണ് എവിടേക്കാ കൊടുത്തേക്കണത്? കുതിരകള്. ആരാ കുതിരകള് എന്ന് പറയുന്നത്? ഇന്ദ്രിയാണി ഹയാന്യാഹുഹോ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യ. നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന കുതിര ഇന്ദ്രിയങ്ങളാണ്. നല്ല കടിഞ്ഞാണ് വേണം മനസ്സുകൊണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി 4 വഴിക്ക് പോവും. അപ്പോ അങ്ങനെ വളരെ ആ ഇന്ദ്രിയ നിഗ്രഹത്തോടു കൂടി ഇരിക്കാനുള്ള അവസ്ഥ. ഇന്ദ്രിയാർത്ഥേഷു വിരക്തഃ. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാസത്രം 1 തവണ കേട്ടു, 2 തവണ കേട്ടു, 3 തവണ കേട്ടു, 11 തവണ കേട്ടു. ശരി, ഈ കുചേലോപാഖ്യാനം എന്നുള്ള 2 അധ്യായം നമുക്ക് സ്വാംശീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാല്, വളരെ കുറച്ച് ശ്ലോകങ്ങളേ ഉള്ളൂ, തത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാല് ശ്രീമദ് ഭാഗവതത്തിന്റെ ആയിരക്കണക്കിനുള്ള ശ്ലോകങ്ങളുടെ ഭാവം അതിൽ കൊള്ളുവരും. ഇന്ദ്രിയാർത്ഥേഷു വിരക്തഃ. അടുത്തത് പ്രശാന്ത ആത്മാ. പ്രശാന്തമായിട്ടുള്ള ആത്മാവോടുകൂടി ഇരിക്കുന്ന ആള്. ആത്മാവ് വളരെ ശാന്തമായിട്ടാണ്. ജിതേന്ദ്രിയ. വീണ്ടും ആവർത്തിക്കുകയാണ്. ജിതേന്ദ്രിയ. ഇന്ദ്രിയാർത്ഥേഷു വിരക്തഃ എന്ന് പറഞ്ഞു, പോരാ, ജിതേന്ദ്രിയ വീണ്ടും വിശേഷണമാണ്. ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ടുള്ള ആള്. അത് കഴിഞ്ഞപ്പോ അദ്ദേഹം പറയാ മലിനഹ. കുചേലിന് വേറൊരു വിശേഷമാണ് മലിനഹ. മലിനഹ എന്ന് പേരിട്ടത് കുചേലന്. ശിശുക ബ്രഹ്മർഷി കുചേലന് സുധാമാവിനൊരു പേരിട്ടിട്ടുണ്ട്. മലിനഹ. മലം നിറഞ്ഞിട്ടുള്ള ആളാണ്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ മലമയമാണ്. മലമയമായിട്ടുള്ളതാണ് നമ്മുടെ ശരീരം. അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് മാത്രമേ പവിത്രമായിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മലമയമായിട്ടുള്ളതാണ് എന്നുള്ള ബോധം ഉള്ള ആള് എന്ന് ഗൗഡീയ ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. യദൃച്ഛ ലാഭ സന്തുഷ്ട. എന്തെങ്കിലും കിട്ടിയാൽ വളരെ സന്തോഷം. ഭാഗവത സത്രത്തിന് വന്നു, രാവിലെ പ്രസാദത്തിന്റെ സമയത്ത് വന്നു. ഇതേ മറ്റേ ആൾക്ക് 2 ഗ്ലാസ് ചായ കൊടുത്തുട്ടോ, എനിക്കൊരു ഗ്ലാസ്സേ തന്നുള്ളൂ, നന്നായിട്ടുണ്ട്, ഞാൻ തനിക്ക് വെച്ചിട്ടുണ്ട്. യദൃച്ഛ ലാഭ സന്തുഷ്ട. കിട്ടുന്നത് കൊണ്ട് വളരെ സന്തോഷം. ശ്രീരാമകൃഷ്ണ പരമഹംസരൊരു കഥ പറയും. അപ്പോൾ ഒരു രാജാവും മന്ത്രിയും കൂടിയിട്ട് എങ്ങനെ ഇരിക്കുകയാണ്. വലിയ പ്രളയ കാലത്ത്, എന്നത്തെ കാലത്താണ്ടായെന്ന് ചോദിക്കരുത്, പറഞ്ഞ കഥയാണ്. രാജാവും മന്ത്രിയും കൂടി ഇരിക്കുന്ന സമയത്ത് ഒരു തവണ രാജാവിന് ചെറുതായിട്ട് ഒരു നായാട്ടിന് പോകണമെന്ന് വന്നു. അങ്ങനെ നായാട്ടിന് പോകണമെന്ന് വന്ന സമയത്ത് നായാട്ടിന് പോകാൻ വേണ്ടി പുറപ്പെട്ട കൂട്ടത്തിൽ മന്ത്രിക്ക് പുറപ്പെടണ്ടേ? തീർച്ചയായിട്ടും പോകേണ്ടതാണ്. ആ മന്ത്രിക്ക് പോവാൻ പുറപ്പെട്ട സമയത്ത് മന്ത്രിക്ക് ചെറുതായിട്ടൊരു മുറിവ് പറ്റി. മുറിവൊക്കെ വെച്ചിട്ട് കാട്ടിലേക്ക് പോവാൻ വലിയ വിഷമാ, താൻ പോണ്ട. അങ്ങനെ കാട്ടിലേക്ക് പോയി. കാട്ടിൽ പോയ സമയത്ത് രാജാവിന് അവിടെ നായാട്ട് കാട്ടാളന്മാർ അദ്ദേഹത്തിനെ പിടികൂടി. അദ്ദേഹത്തിനെ കെട്ടിയിട്ടു. ആ കെട്ടിയിട്ടതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു മുറിവ് പറ്റി. അദ്ദേഹത്തിനെ പിടികൂടിയത് എന്തിനാ? അന്നത്തെ പ്രസാദം രാജാവിനെ തന്നെ ആയിക്കോട്ടെ എന്നാ കേമായില്ലോ വെച്ചിട്ടാ കാട്ടാളന്മാർ പിടികൂടിയിട്ട്. അങ്ങനെ പിടികൂടി അന്ന് പ്രസാദമൊക്കെ തയ്യാറാക്കാൻ നോക്കി നിൽക്കുന്ന സമയത്ത് രാജാവിനും കാണാണ്ട ഒരു മുറി. അയ്യേ, ഒരു മുറിയുള്ള ഒരാളെ വേവിച്ച് പ്രസാദാക്കിയാൽ ശരിയാവില്ല, അതുകൊണ്ട് വിടുക നല്ലതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടു. ശരി, എങ്ങനെയാ അദ്ദേഹം രക്ഷപ്പെട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം മന്ത്രിയോട് ചോദിച്ചു, അങ്ങ് പോവാൻ പുറപ്പെടുന്ന സമയത്ത്, കാട്ടിലേക്ക് പോവാൻ പുറപ്പെടുന്ന സമയത്ത് അങ്ങൊരു വാക്ക് പറഞ്ഞുല്ലോ, എല്ലാം നല്ലതിന് എന്നൊരു വാക്ക് പറയണ്ടായി. എന്താ എല്ലാം നല്ലതിനെന്ന് പറയാൻ കാരണം? അല്ല, അതെന്താന്ന് ചോദിച്ചാൽ അങ്ങക്ക് മുറി പറ്റിയില്ലോ,
അതുകൊണ്ടല്ലേ തല പോവാതിരുന്നത്. അപ്പൊ അത് നല്ലതിന് അല്ല. അപ്പൊ മന്ത്രിയുടെ കാര്യത്തിൽ പറയുന്നതല്ല. മന്ത്രി അവിടെ ചെന്ന് പെട്ടു വെച്ചാൽ അദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് പോവാതിരുന്നത് നല്ലതിന്. അപ്പോ എല്ലാത്തിലും നന്മയുണ്ട്, എല്ലാത്തിലും ചിന്മയുണ്ട് എന്നുള്ള തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസര് ഈ കഥ പറയുന്നത്. യദൃച്ഛാ ലാഭ സന്തുഷ്ട. തരുന്നത് മുഴുവൻ ഭഗവാനാണ്, തരുന്നത് മുഴുവൻ ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് സന്തോഷായിട്ടിരുന്നോളണം. ആ തത്വമാണ് അദ്ദേഹത്തിന്റെ. അടുത്തത് 11ാമത്തത് ഗൃഹാശ്രമി. 4 ആശ്രമങ്ങളുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഓരോരോ ആശ്രമങ്ങളിലെയും ധർമ്മം അടുത്ത ദിവസം പ്രഭാഷണത്തിൽ വിശദമായിട്ട് വർണ്ണിക്കും. ഏതായാലും ശരി, ഗൃഹാശ്രമത്തിന്റെ ധർമ്മം ഏറ്റവും വിഷമുള്ള ഒന്നാണ് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതില് ശ്രീമദ് ഭാഗവതം വളരെ വിശേഷമായി പറയുന്നത് സന്യാസാശ്രമത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് ഗൃഹസ്ഥാശ്രമമാണ് എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഗൃഹസ്ഥാശ്രമം വേണ്ടോണാവണമെന്നുണ്ടെങ്കിൽ കൗമാര ആചരേൽ പ്രാജ്ഞ ധർമാൻ ഭാഗവതാൻ തഥാ. ഗൃഹസ്ഥാശ്രമത്തിൽ വേണ്ടവനാവണമെന്നുണ്ടെങ്കിൽ കൗമാരത്തില് വളരെ ചെറുപ്പത്തില് ഭാഗവത ധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കണം, പഠിക്കാൻ സാധിക്കണം, സ്വാംശീകരിക്കാൻ സാധിക്കണം. കുറെ പ്രായമായി, 10-60 വയസ്സായി, 70 വയസ്സായി, വീട്ടുകാർക്കും വേണ്ട, നമുക്ക് വീട്ടുകാരെ കൊണ്ടും വേണ്ട. എന്നാ ശരി, സത്രം വന്ന് കേൾക്കാൻ, അല്ലെങ്കിൽ ടി വിയിൽ ഇത് കേൾക്കാന്ന് വിചാരിച്ച് വന്നിരുന്നാൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇന്ദ്രിയങ്ങളുടെ ബലം കുറയും ചിലപ്പോ. കൗമാര ആചരേൽ പ്രാജ്ഞ. ചെറുപ്പത്തിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കണം. അപ്പോ ഇതാണ് കുറേയും കൂടി പ്രധാനമായിട്ടുള്ള ഗൃഹാശ്രമി. അങ്ങനെയാണെങ്കിൽ ഗൃഹാശ്രമം വളരെ ശാന്തമായിരിക്കും. അടുത്തതായിട്ട് മഹാഭാഗ. മഹാനായിട്ടുള്ള ഭാഗധേയത്തോടു കൂടിയുള്ള ആളാണ്. ക്ഷാമഹ. ആകെ ക്ഷീണിച്ച ആളാണ്. ഭഗവാന്റെ സഖാവായിട്ടുള്ള ആള് ക്ഷീണിച്ചിരിക്കുക. ഭഗവാന്റെ സഖാവായിട്ടുള്ള ആള് ക്ഷീണിച്ചിരിക്കുക. ക്ഷീണം എന്തിനാ? ശരീരത്തിന്. മനസ്സിന് നല്ല ഉറപ്പാണ്, ശരീരം മാത്രമേ ക്ഷീണിച്ചിട്ടുള്ളൂ എന്ന് പറയാണ്. ദ്വിജഹ. അടുത്ത വിശേഷണമാണ് ദ്വിജഹ. 2 ജന്മണ്ടാന്ന് പറയണു. എന്തിനാ ദ്വിജഹ എന്ന് പറഞ്ഞത്? കാരണം ദ്വിജത്വം പ്രാപിക്കുന്ന സമയത്ത് വേദാധ്യയനത്തിലൂടെ, യജ്ഞോപവീതം സ്വീകരിക്കുന്നതിലൂടെ, സാക്ഷാൽ ഗായത്രി ഉപാസനയിലൂടെ, സാക്ഷാൽ സൂര്യഭഗവാനെ ഉപാസിക്കുന്ന, പ്രകൃതി ഉപാസിക്കുന്ന തത്വത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ള തത്വമാണ് ദ്വിജത്വത്തിലൂടെ കാണിക്കണമെന്ന് പറയുന്നു. ധമനി സന്തതഃ. ശരീരം എന്ന് പറഞ്ഞാൽ മുഴുവൻ എല്ലും തോലുവായി എന്ന് പറയില്ലേ? ഞരമ്പുകൾ മാത്രമേ പുറമേക്ക്, എരമ്പുകളും എല്ലുകളും മാത്രമേ പുറമേക്ക് കാണാറുള്ളൂ എന്നാണ് പറയണത്. ധമനി സന്തതഃ അവധൂതഃ. അവധൂതന്റെ ലക്ഷണം എന്താ? എന്തുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, എന്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അവസ്ഥയിലെത്തിയിട്ടുള്ള ആള്. ഭിക്ഷുഹു. ഭിക്ഷയായിട്ട് സ്വീകരിക്കുന്നു. എന്ത് സ്വീകരിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഭിക്ഷയായിട്ട് സ്വീകരിക്കുന്നു. ധർമ്മജ്ഞ. ധർമ്മം നല്ലപോലെ അറിയാവുന്ന ആളാണ്. ബ്രഹ്മൻ. സാക്ഷാൽ ബ്രഹ്മജ്ഞാനത്തിലുള്ള ആളാണ്. അവസാനം പറയുന്ന വാക്ക്, അവസാനം കുശലന് കൊടുക്കുന്ന 20ാമത്തെ വിശേഷണമാണ് വിദ്വാൻ. വിദ്വാൻ ജ്ഞാനിയാണ്. വിദ്വാൻ വിപശ്ചിത് ദോഷജ്ഞ. അത്രയും പണ്ഡിതനായിട്ടുള്ള ആളാണ്, ജ്ഞാനിയായിട്ടുള്ള ആളാണ്. ഇത്രയും ഗുണങ്ങളോട് കൂടിയിട്ടുള്ള കുചേലന്റെ കഥ എന്തിനാണ് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ തത്വേ പിന്നീടുള്ള ആചാര്യന്മാര് പറയുന്നുള്ളൂ. പിന്നീട് അങ്ങടെയുള്ള 10-20ഓളം ഭക്തിപ്രസ്ഥാന ആചാര്യന്മാര് വികസിച്ച് വന്നിട്ടുള്ളത് ഈ കുചേലന്റെ തത്വത്തിലെ കുചേലോപാഖ്യാനം, ശ്രീമദ് ഭാഗവതത്തിലെ കുചേലോപാഖ്യാനത്തിലൂടെയാണ്. ഭക്തി എന്നുള്ള തത്വം ജീവിതത്തില് അനുഷ്ഠിച്ച് കാണിക്കാനുള്ള സരളമായിട്ടുള്ള, സഹജമായിട്ടുള്ള വഴി നമ്മളിൽ ഓരോ ശ്ലോകങ്ങളും നമുക്ക് സ്വാംശീകരിച്ച് നോക്കുക. അതിലെ ഭാവം നമുക്കും സ്വാംശീകരിച്ച് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ കൃപയ്ക്കും കാരുണ്യത്തിനും പാത്രമാവാൻ. യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമീ തസ്യ ഭാര്യ കുചേലസ്യ. നീ കുചേലന്റെ പത്നി എങ്ങനെയാണ്? ഇദ്ദേഹത്തിന്റെ 20 ഗുണങ്ങൾ പറഞ്ഞു, ശരി. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി എങ്ങനെയാണ്? തസ്യ ഭാര്യ കുചേലസ്യ ക്ഷുക്ഷാമ ച
തഥാവിധാ തഥാവിധാ. കുചേലോപാഖ്യാനത്തിന്റെ ഒരു പ്രത്യേകത നേരത്തെ തന്നെ പല പണ്ഡിതന്മാര് പറഞ്ഞ വാക്ക് ആവർത്തിക്കുകയാണ്. വ്യാഖ്യാനിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. ആ വാക്കുകൾ ചെല്ല, ആ ശ്ലോകം ചെല്ല എന്നുള്ളത് തന്നെയാണ് പരമമായിട്ടുള്ള മന്ത്രം. സഹസ്രനാമം ചെല്ല, ഗായത്രി ചെല്ല എന്നുള്ളത് തന്നെയാണ് പരമമായിട്ടുള്ള പവിത്രമായിട്ടുള്ള കാര്യം. തഥാ വിധാ. ഇത്ര ഉദാത്തമായിട്ട് ആ ഒരൊറ്റ വാക്കില് ഒരു ഭാര്യയുടെ ധർമ്മം എന്താണ് എന്നുള്ളത് ശിശുക ബ്രഹ്മർഷി പറയാണ്. തഥാവിധ. കഴിഞ്ഞു. ബാക്കിയുള്ള ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഈ 10-20 കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ആവർത്തിച്ചു. ഇനി രണ്ടാമതും പറയേണ്ട കാര്യമില്ല. തഥാവിധ. തസ്യ ഭാര്യ കുചേലസ്യ ക്ഷുക്ഷാമ ച തഥാവിധ. പതിവ്രത പതിം പ്രാഹ മ്ലായതാവദനേന സാ. പതിവ്രതയാണ്, തഥാവിധയാണ് എന്ന് പറഞ്ഞാൽ പതിവ്രതയാണ്. പതിവ്രതയായും കൊണ്ട് പതിം പ്രാഹ മ്ലായതാവദനേന സാ. മ്ലാനമായിട്ടുള്ള വചസ്സോടുകൂടി വാക്കോടുകൂടി പറഞ്ഞതു. ദരിദ്രത ശീതമാന സാഭിമമ്യ ച നനു ബ്രഹ്മൻ ഭഗവതഃ സാക്ഷാത് സാക്ഷാൽ ശ്രിയപതി. എനിക്ക് ദാരിദ്ര്യമുണ്ട് എന്നുള്ളതല്ല പറയുന്നത്. അങ്ങേക്ക് ഒരു സുഹൃത്ത് ഉണ്ടല്ലോ, പണ്ട് വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ പറയണ്ടായിട്ടുണ്ട്, കേൾക്കണ്ടായിട്ടുണ്ട്. സാക്ഷാൽ ശ്രിയപതി, ഐശ്വര്യത്തിന്റെ ശ്രീയുടെ പതിയായും കൊണ്ടുള്ള ഒരാള് അങ്ങയുടെ സുഹൃത്തായിട്ട് ഉണ്ടല്ലോ. ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സത്വതർഷഭ. അദ്ദേഹത്തിനെ ഒന്ന് ചെന്ന് കണ്ടുകൂടെ? കണ്ടൂടെ? ഏതായാലും ഗുരുകുലത്തിൽ കുറെ കാലം ഒരുമിച്ച് സന്ദീപനി മഹർഷിയുടെ കൂടെ പഠിക്കേണ്ടായി. ആ ഗുരുകുലത്തിന് പോകുന്നതിന് ശേഷം പിന്നെ അദ്ദേഹത്തിനെ കാണണ്ടായിട്ടില്ല. പോയി കണ്ടാൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമാവൂലോ. ചെന്ന് കണ്ടൂടെ? ഒറ്റ വാക്ക് ചോദിക്കേണ്ടായിട്ടുള്ളൂ. ഇതായുടെ ഏറ്റവും വലിയ ഭക്തന്മാരുടെ പട്ടികയില് ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഈ ശ്ലോകം വ്യാഖ്യാനിക്കുന്ന കൂട്ടത്തിൽ പറയാണ് നാരദഭക്തി സൂക്തം എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. തല്ലക്ഷണാത്തി വാച്യന്തേ നാനാമതാപദേന ച. നാരദഭക്തി സൂത്രത്തില് 15ാമത്തെ ശ്ലോകം പറയുന്നത് ഇതേ തത്വം വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണെന്ന് ആചാര്യന്മാര് പറയുന്നു. നാരദര ഭക്തന്മാരിൽ ഭക്തോത്തമനായിട്ട് ശ്രീമദ് ഭാഗവതത്തിലും വർണ്ണിക്കുന്ന ബ്രഹ്മാ തപസ്വിയാണ് നാരദര്. നാരദഭക്തി സൂക്തം എന്നുള്ള ഗ്രന്ഥം നാരദര് രചിച്ചത് ഒരു പക്ഷേ ഈ ശ്രീമദ് ഭാഗവതത്തിലെ കുചേലോപാഖ്യാനം വ്യാഖ്യാനിക്കാനാണ് എന്ന് പറയുന്നു. ഏതായാലും ആ ദരിദ്രതയുടെ ഇടയില് അപ്പൊ ശരി, ഭഗവാനെ കാണാൻ പോണം. എന്താ ശരി, ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് വെറും കൈയായിട്ട് പോയാൽ ശരിയല്ലല്ലോ. ആചാര്യന്മാരെയും റിക്തപാണിർന്ന ഗച്ഛേന്ന് പ്രമാണമുണ്ട്. ആചാര്യന്മാരെ കാണാൻ പോകുന്ന സമയത്ത്, യതിവര്യന്മാരെ കാണാൻ പോകുന്ന സമയത്ത്, രാജാക്കന്മാരെ കാണാൻ പോകുന്ന സമയത്ത് ധർമ്മിഷ്ഠനാണ്. കുചേലൻ ധർമ്മിഷ്ഠനാണ്. ധർമ്മിഷ്ഠനായതുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും കാണാൻ പോകുന്ന സമയത്ത് ഓരോ തരത്തിൽ വേണം. ആചാര്യന്മാരെയാണെന്നുണ്ടെങ്കിൽ, കാരണവന്മാരെയാണെന്നുണ്ടെങ്കിൽ അഭിവാദ്യം ചെയ്യണം. സന്യാസിമാരെയാണെങ്കിൽ നമസ്കരിക്കണം. അതിനൊക്കെ വിധിയുണ്ട്. രാജാക്കന്മാരാണെങ്കിൽ കാഴ്ചവെക്കാൻ കൊണ്ടുപോകണം കയ്യില്. അപ്പൊ എന്താ വേണ്ടത്? ഓരോരുത്തരും നിയമമുണ്ട്. സന്യാസിയാണെന്നുണ്ടെങ്കിൽ സൗവർണേന വരത്നഖണ്ഡഖചിതേ പാത്രേഘതം പായസം ഭക്ഷ്യം പഞ്ചവിധം പയോദധീവിതം രംഭാഫലം പാനകം ശകാനാമയുധം ജലം രുചികരം കർപ്പൂരഖണ്ഡോജ്വലം താമ്പൂലം, ഇതൊക്കെയായിട്ട് വേണമെന്നാണ് സങ്കല്പം. എന്നതുപോലെ രാജാവിനെ കാണാൻ പോകുന്ന സമയത്ത്, സുഹൃത്തായിരിക്കാം, കാണാൻ പോകുന്നത് രാജാവിനെയാണ്, എന്തെങ്കിലും കയ്യിൽ വേണ്ടേ? ശരിയാണ്. നോക്കി എല്ലാ വീട്ടിലും ഒന്നുമില്ല, ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ കൊണ്ടുപോകാൻ. അങ്ങനെ നോക്കിയപ്പോ ഉടനാ പതിവ്രത, സംശയമൊന്നും ഉണ്ടായില്ല. 2-3 ദിക്കില് പോയി ഇതാ അങ്ങോരെ സഹപാഠിയെ കാണാൻ വേണ്ടി പോവുകയാണ്. എന്തെങ്കിലും ഒന്ന് തരണേ. 4-5 ദിക്കിൽ ചെന്നു. സംശയമൊന്നും ഉണ്ടായില്ല. 4 പിടി എന്നൊരു കണക്ക് ഭാഗവതം പറയുന്നുണ്ട്. എന്താ ഈ 4 പിടിയായത്? 4 പിടി അവില് കെട്ടി എന്ന് പറയുന്നുണ്ട്. ആ 4 പിടി പ്രതുകം കെട്ടി എന്നാണ്. ഈ 4 പിടിയാവാൻ എന്താ കാരണം? 2 പിടിയാവാറുന്നില്ലേ? നീ 10 പിടിയാവാറുന്നില്ലേ? 20 പിടിയാവായിരുന്നില്ലേ? എന്തിനാ 4 പിടിയാവാണെന്ന് ചോദിച്ചപ്പോ കോട്ടൂര് പലപ്പോഴും പറയാറുണ്ട്, 4 വേദം ഗുരുകുലത്തിലേ ഋഗ്യജു സാമ അഥർവങ്ങൾ 4 വേദമാണ് പഠിച്ചത്. ആ 4 വേദങ്ങളാണ് പൃഥുകമായിട്ട് ഇന്നത്തെ പ്രസാദമായിട്ട് നമുക്ക് അവില് കിട്ടുന്നുണ്ടാകുന്നുണ്ടെങ്കിൽ, അവില് പ്രസാദമായിട്ട് കിട്ടുന്നുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ സ്മരിക്കണം.
ആ പ്രസാദം നമ്മളെ സ്വീകരിക്കുമ്പോ സാക്ഷാൽ ഭഗവാന്റെ സ്വാമിജി വേദത്തിന്റെ 4 വേദത്തിന്റെ സാരമായും കൊണ്ടാണ് നമുക്ക് തരുന്നത്. ആ വേദത്തിന്റെ സാരത്തിന്റെ തത്വമാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ള ഭാവത്തോടുകൂടി നമ്മൾ സ്വീകരിക്കണം. 4 പിടി തന്നെ പ്രത്യേകം ഭാഗവതം നിഷ്കർഷിക്കാനുള്ള പ്രത്യേക കാരണം അതാണ്. നോട്ടൂർ എപ്പോഴും പറയാറുണ്ട്, നോട്ടൂരിന്റെ ഒരു ലേഖനത്തിലേ കാണേണ്ടായിട്ടുണ്ടത്. അപ്പോ 4 പിടി അവലങ്ങോട്ട് കൊടുത്തു, ഒരു തുണിയിലങ്ങോട്ട് കിഴി കെട്ടിയിട്ട് ആ കിഴിയും കെട്ടിയും കൊണ്ട് കുചേലൻ അതും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്താ, ഭഗവാനെ കാണാനാണ് പോകുന്നത്. കാര്യം പണ്ട് സഹപാഠിയായിരുന്നു, ഒരുമിച്ച് പല കഥകളും അപ്പോൾ ഓർമ്മ വരികയാണ്. പഠിക്കണ സമയത്ത് ഒരുമിച്ച് സ്വാധ്യായം ചെയ്ത കാര്യങ്ങളും ഗുരുനാഥനെ ശുശ്രൂഷിച്ച കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തും കൊണ്ട് വളരെ നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി അദ്ദേഹം പോവുകയാണ്. എന്താ, അയം ഹി പരമോ ലാഭ. കുചേലന്റെ ആ മനസ്സിലുള്ള ഭാവം നോക്കൂ. ഉത്തമ ശ്ലോക ദർശനം. എന്താ, മഹത്തായിട്ടുള്ളൊരു ലാഭമാണ്, മഹത്തായിട്ടുള്ളൊരു ലാഭമാണ്. എന്താ, ഉത്തമ ശ്ലോക ദർശനം. ഏറ്റവും ഉത്തമമായിട്ട് ശ്ലോക്യൻ, ശ്ലോകം എന്ന് പറഞ്ഞാൽ ശ്ലോക്യത്തെ പറയപ്പെടുന്ന ഏറ്റവും ഉത്തമനായിട്ട് പറയപ്പെടുന്ന ഒരുപാട് ഈശ്വര സങ്കല്പങ്ങൾക്കുണ്ട്. നമുക്ക് ഒരുപാട് ഈശ്വര സങ്കല്പങ്ങളുണ്ട്. ശൈവസങ്കല്പത്തിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് പറയും. ആ ശൈവസങ്കല്പത്തിൽ നിന്ന് തുടങ്ങിയ ഗണേശൻ, സുബ്രഹ്മണ്യൻ, ദേവിയുടെ പല രൂപങ്ങളില് പല രൂപത്തിലുള്ള ഈശ്വര സങ്കല്പങ്ങളുണ്ട്. വളരെ വ്യക്തമായി ശ്രീ ശുക ബ്രഹ്മർഷി ഉറച്ച് പ്രഖ്യാപിക്കുകയാണ്. ഉത്തമമായിട്ട് പറയപ്പെടുന്നത്, ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നത് ആരാ? സംശയം വേണ്ട, കൃഷ്ണനാണ്. സംശയം വേണ്ട. ഉത്തമ ശ്ലോക ദർശനം. ഉത്തമനായിട്ട് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ദർശനം അത് തന്നെയാണ് ഏറ്റവും പരമമായിട്ടുള്ള ലാഭം. ഇതി സഞ്ചിന്യ മനസാ ഗമനായ മതിം ദധേ. അത് മാത്രം ചിന്തിച്ചുകൊണ്ട് യാത്രയുടെ ഇടയിൽ വേറെ യാതൊരു ചിന്തയില്ല. അദ്ദേഹത്തിനെ കാണണം, അദ്ദേഹത്തിനെ കാണണം. അഭ്യസ്തു വായനം കിഞ്ചിത് കല്യാണി ദീയതാം. ആ വായനമായിട്ടുള്ള പൃഥുകൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്ന് പോവാണ്. ദ്വയസഹസ്രാണാം മഹിഷീനാം ഹരേ ദ്വിശേഷ വിശേഷൈകതമം ശ്രീമദ് ബ്രഹ്മാനന്ദം ഗതം യയാ. നടന്ന് താരങ്ങൾ ഓരോന്നായിട്ട് കടന്ന് അവസാനം ഈ കടക്ക എന്ന് പറയുന്ന എങ്കടാ കുചേലൻ കിടക്കുന്നത്. ഓരോരോ ആജ്ഞാചക്രം സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലതാ സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിശതന്തുതനീയസി. ഓരോ ചക്രങ്ങളും കേറി ബ്രഹ്മരന്ധ്രം ഭേദിച്ച് സാക്ഷാൽ ബ്രഹ്മാനന്ദത്തിലേക്ക് എത്തുകയാണ് കുചേലൻ ചെയ്യുന്നത്. ഏതൊരു ഭക്തനും ബ്രഹ്മാനന്ദം പ്രാപിക്കാനുള്ള ഒരു വഴിയാണ് അവിടെ കാണിച്ചു തരുന്നത്. അവിടെ സാക്ഷാൽ ബ്രഹ്മരന്ധ്രത്തിന്റെ അവിടേക്ക് അങ്ങോട്ട് എത്തുന്ന സമയത്ത് സാക്ഷാൽ ശ്രീ സന്നിധന ശ്രീയോടുകൂടി ശ്രീനിവാസൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. പര്യങ്കത്തില് വയലിങ്ങോട്ട് ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് കുചേലൻ അവിടുന്ന് അങ്ങോട്ട് വരണു. ആ വരുന്ന കുചേലനെ അങ്ങോട്ട് കണ്ടപ്പോ വേഗം അവിടുന്ന് അങ്ങോട്ട് ചാടി നീട്ടു. 7ാം മാളിക മോളിൽ നിന്ന് 7 മനസ്സിന്റെ 7 അവസ്ഥകളുടെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി താഴത്തേക്ക് അങ്ങോട്ട് വീണു. ആ മലിനനായും കൊണ്ടുള്ള കുചേലനെ പിടിച്ചും കൊണ്ട് നേരെ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കാണുന്ന സമയത്ത് അവിടെ ഒരുപാട് ഗോപന്മാര്, ഒരുപാട് ദ്വാരകാവാസികൾ ഇരിക്കുന്നുണ്ട്. ആ ദ്വാരകാവാസികൾ ചോദിക്കുകയാണ്, ഇദ്ദേഹം എന്താണാവോ ഭാഗ്യം ചെയ്തത്? അദ്ദേഹം എന്താണാവോ ഭാഗ്യം ചെയ്തത്? ഇത്രയും അവധൂതനായും കൊണ്ട്, ഇത്രയും ഭിക്ഷുവായും കൊണ്ടുള്ള ഒരാളെ, എത്രയും രാജാക്കന്മാരിരിക്കണോ ഈ സദസ്സില്, എത്രയും ജ്ഞാനിമാരായിട്ടുള്ള സന്യാസിമാരിരിക്കണോ, ശാസ്ത്രജ്ഞന്മാരിരിക്കണോ, പണ്ഡിതന്മാരിരിക്കണോ, വലിയ സദസ്സിലാണ് ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത്. ഇത്രയും ആളുകളൊക്കെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു അവധൂതനായും കൊണ്ട്, ഒരു ഭിക്ഷുവായും കൊണ്ടുള്ള ഒരാള്, അദ്ദേഹത്തിന് നേരെ കെട്ടിപ്പുടുന്ന ശരീരം മുഴുവൻ മലിനാണ്, മുഴുവൻ അഴുക്കായിട്ടേ ശരീരത്തിലുള്ളൂ. രക്താസ്തി മാംസോസ്തി മുഹുക്തമേത്ര എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ശരീരമാണ്. ഈ അഴുക്കുകളെ മലങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശരീരത്തിനെ വാരി പുണർന്ന് കെട്ടിപ്പിടിച്ച് ഭഗവാൻ നേരെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. ആ ശരീരത്തിലെ കർമ്മബന്ധങ്ങളെ മുഴുവൻ ഭേദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നേരെ
അങ്ങോട്ട് കൊണ്ടുവന്ന് കൊണ്ടുവരുന്ന ആ ഒരു സന്ദർഭമുണ്ട്. സാക്ഷാൽ നായന്മാരുടെയും ആൾവാർമാരുടെയും മഹത്തായിട്ടുള്ള 3ാം സെഞ്ചുറിയിലുള്ള നായന്മാരുടെയും ആൾവാർമാരുടെയും ഒരു മഹത്തായിട്ടുള്ള ഭക്തിപ്രസ്ഥാനമുണ്ട്. ഈ ഭക്തിപ്രസ്ഥാനത്തിന്റെ ആധാരം കുചേലനെ ഈ സ്വീകരിക്കുന്ന ശ്രീകൃഷ്ണൻ. ഭക്തരല്ല ശൈവന്മാരാണ് നായന്മാര് എന്നൊക്കെ പറയുന്ന വിവാദങ്ങൾക്കുള്ള മറുപടിയാണ് പറയുന്നത്. ഈ സ്വീകരിക്കുക എന്നുള്ള ശിവനോ കൃഷ്ണനോ വിഷ്ണുവിനോ ഉദ്ദേശിച്ചിട്ടല്ല. ആ ഭക്തിപ്രസ്ഥാനം അത് തന്നെയാണ് നായന്മാരും ആൾവാർമാരും തമിഴന്മാരും സ്വീകരിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലുള്ള ഭക്തന്മാര് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടെന്ന് തോന്നുന്നത് പോലെ ഭഗവാൻ സ്വീകരിച്ചു കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. അവിടെ കൊണ്ടുവന്നിരുത്തുകൊണ്ട് ധൂപം കൊണ്ട് സുഗന്ധങ്ങളെ കൊണ്ടൊക്കെ അദ്ദേഹത്തിന് നീരാജനം ചെയ്യുന്നു. ലക്ഷ്മി ഭഗവതിയും ഇത്രയ്ക്ക് ഭഗവാന് ചാഞ്ചല്യായും കൊണ്ട് വേളി കഴിഞ്ഞ് കുറേ കാലമായിക്കണു. എന്നാലും ഇത്രയും ചാഞ്ചല്യായും കൊണ്ട് ഭഗവാനെ ഇന്നേ വരെ കണ്ടിട്ടില്ല. ആരാണാവോ ഇത്രയും തപസ്വിയായിട്ടുള്ള ആളാന്ന് വിചാരിച്ച് ലക്ഷ്മി ഭഗവതി അതെ വളരെ ശ്രദ്ധാഭക്തികളോടുകൂടി അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചുകൊണ്ട് വിശറികൊണ്ട് വീശാൻ തുടങ്ങി. അന്തഃപുരജനോ ദൃഷ്ട്വാ കൃഷ്ണേന അമലകീർത്തിനാ വിസ്മിനോ ധൂപവൃത്യാച അവധൂതം സഭാജിനം. അങ്ങനെ പര്യങ്കയിൽ ഇരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഥയാൻ ചക്രഗാഥ പൂർവാ ഗുരുകുലേ സതോഹോ. അദ്ദേഹത്തിന് വേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്തു. ഒരൊറ്റ വാക്കില് ഭാഗവതത്തിൽ നിർത്തുകയാണ്. ചില വാക്കുകള് സൂത്രം ആവും, ചിലത് വാചകമാവും. എന്താ സൂത്രം എന്ന് പറഞ്ഞാൽ? അല്പാക്ഷരം അസന്ദിഗ്ധം സാരവത് വിശ്വതോമുഖം അസ്തോഭമനവദ്യം ച സൂത്രം സൂത്രവിദോ വിധു. സഭാജനം വേണ്ട പോലെ സഭാജനം ചെയ്തു എന്നുള്ള ഒരൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. ഒരൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എന്തൊക്കെ വേണമെങ്കിൽ സ്വീകരിക്കാം. കാല് കഴിച്ചു എന്ന് വേണമെങ്കിൽ സ്വീകരിക്കാം, ജലപാനം കൊടുത്തു എന്ന് വേണമെങ്കിൽ സ്വീകരിക്കാം, മലിനമായിട്ടുള്ള വസ്ത്രം മാറ്റി നൂതനമായിട്ടുള്ള വസ്ത്രം കൊടുത്തു എന്ന് വേണമെങ്കിൽ സ്വീകരിക്കാം, ഫലമൂലാദികൾ കൊടുത്തു എന്ന് വേണമെങ്കിൽ സ്വീകരിക്കാം, വിശറി കൊണ്ട് വീശി എന്ന് വേണമെങ്കിൽ സ്വീകരിക്കാം, എന്ത് വേണമെങ്കിൽ സ്വീകരിക്കാം. വേണ്ടോണം ചെയ്തു എന്നുള്ള ഒരൊറ്റ കാര്യം പക്ഷേ ശ്രീകൃഷ്ണ ബ്രഹ്മർഷിയുടെ വളരെ വിശേഷമായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. ചില ഘട്ടങ്ങളിൽ ഒരൊറ്റ വാക്കിൽ അതങ്ങോട്ട് തീർക്കും. ഒരൊറ്റ വാക്കുകൊണ്ട് അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ അനുഭവം അനുസരിച്ച് വ്യാഖ്യാനിച്ചെടുക്കാം. ഏതായാലും ശരി, വേണ്ടോണം അദ്ദേഹത്തിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ഒരു വീട്ടില് ഒരു ഭഗവാനായും കൊണ്ട് അതിഥി വരുമ്പോ എന്തൊക്കെ ചോദിക്കണം എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് പറയുവാണ്. ശ്രീ ഭഗവാനുവാച അഭിബ്രഹ്മൻ ഗുരുകുലാത് ഭവതാലബ്ധ ദക്ഷിണാത് സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോഢാ സദൃശീനവാ. ഗുരുകുലത്തുനിന്ന് അങ്ങോട്ട് പോന്നു. അതിനുശേഷം എന്താണ്ടായ കഥകളൊന്നും അറിയില്ല. കാരണം അവിടുന്ന് ദക്ഷിണയൊക്കെ കൊടുത്തതിന് ശേഷം ഗുരുകുലത്തുനിന്ന് പോന്നു. ധർമ്മജ്ഞനാണ് എന്ന് നിശ്ചയുണ്ട്. ഏതായാലും ഇത്രയും തപസ്വിയായിട്ടുള്ള ഒരു ആചാര്യന്റെ കീഴിൽ പഠിച്ചു കഴിഞ്ഞാൽ അധർമ്മം ചെയ്യല്ല. നല്ല ഉറപ്പുണ്ട്. ശ്രീകൃഷ്ണന്റെ വായിൽ നിന്ന് ഓർത്തോളൂ, ആദ്യമായിട്ടുള്ള പറയുന്ന വാക്കുകളാണ് ധർമ്മജ്ഞ. ഗുരുകുലത്തിൽ പഠിക്കേണ്ടത് കണക്ക് കുറെ പഠിച്ചു, കെമിസ്ട്രി കുറെ പഠിച്ചു, എന്നിട്ട് പരീക്ഷയിൽ കുറെ മാർക്ക് കിട്ടി എന്നുള്ളതല്ല. ഒരു ഗുരുകുലത്തില് ഒരു വിദ്യാലയത്തില് എന്ത് ആർജിക്കണം? കുചേലോപാഖ്യാനത്തിൽ പറയാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ധർമ്മജ്ഞ. ഗുരുകുലത്തില് പഠിക്കേണ്ടത് ധർമ്മമാണ്, കടമകളാണ്. വിദ്യാർത്ഥിയുടെ ലക്ഷണം പറയുന്നുണ്ട്. കാകദൃഷ്ടിർ ഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവച അല്പാഹാരോ ജീർണവസ്ത്രം ഏതദ് വിദ്യാർത്ഥി ലക്ഷണം. ഓരോരുത്തരുടെ ലക്ഷണങ്ങൾ ഇങ്ങനെ പറയാണ്. വൈദ്യരുടെ ധർമ്മം എന്താ? ദക്ഷ തീർത്ഥാർത്ഥ ശാസ്ത്രാർത്ഥോ ദൃഷ്ടകർമ്മ ശുചിർഭിഷക്ക്. അനുചാരനായിട്ടുള്ള നേഴ്സിന്റെ ഗുണങ്ങൾ എന്താ? അനുരക്ത ശുചിർദക്ഷോ ബുദ്ധിമാൻ പരിചാരക. ഓരോരുത്തർക്കും വേണ്ടതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങൾ, എഞ്ചിനീയർക്ക് വേണ്ട ഗുണങ്ങൾ എന്താ? സർവശാസ്ത്ര വിഹിത ക്രിയാപടു സർവദാ അവഹിത മാനസ ശുചി ധാർമ്മികോ വിഗതമത്സരാധിക യസ്സ സ്ഥപതി അസ്തു സത്യവാക്. സത്യവാക്. സ്ഥപതിക്ക് വേണ്ട 8 ഗുണങ്ങൾ, എഞ്ചിനീയർക്ക് വേണ്ട 8 ഗുണങ്ങളാണ് പറയുന്നത്. ഓരോരുത്തരുടെ ധർമ്മം ഓരോന്നാണ്, വ്യത്യസ്തമാണ്. ഒറ്റ വാക്കിൽ ഒതുക്കി, ഒറ്റ ശബ്ദത്തിൽ ഭഗവാൻ ഒതുക്കി. ധർമ്മജ്ഞ, ധർമ്മം അറിയാവുന്ന ആള് എന്നുള്ള ഒരൊറ്റ വാക്കിൽ അങ്ങോട്ട് ഒതുക്കി. ഇനി ബാക്കി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ശ്രീകൃഷ്ണൻ നന്നായിട്ട്
സഖാവിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, ധർമ്മം നന്നായിട്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചു. ചെറുതായിട്ട് അറിയാത്ത പോലെ, ഭഗവാൻ അറിയായല്ല, പക്ഷെ നമുക്കറിയില്ലല്ലോ. കാരണം ഗുരുകുലത്തിൽ പോയ കഥയൊക്കെ കേട്ടു, അവിടെ ഒപ്പം സുധാമാവിന്റെ കൂടെ പഠിച്ച കഥയൊക്കെ കേട്ടു. ശ്രീകൃഷ്ണൻ എന്തുണ്ടായി പിന്നീട് ഒരുപാട് അധ്യായങ്ങൾ പറയുന്നുണ്ട്. സുധാമാവിന് എന്തുണ്ടായി വേറെ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊന്ന് മനസ്സിലാവണം ശ്രോതാക്കൾക്ക് എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ്, ഭാര്യോഠാ സദൃശീനവാ. ധർമ്മജ്ഞനാണല്ലോ, സദൃശിയായിട്ടുള്ള ഭാര്യയല്ലേ കിട്ടിയത്, അങ്ങയുടെ ധർമ്മത്തിന് അനുഗുണമായിട്ടുള്ള ഒരു ഭാര്യയല്ലേ അങ്ങക്കുള്ളത്. വിവാഹം കഴിഞ്ഞ കഥ കേട്ടിട്ടില്ല, ഇൻവിറ്റേഷൻ ലെറ്റർ വന്നിട്ടില്ല, പത്രത്തിൽ 2 പേരുടെ വിവാഹം എന്നുള്ള വാർത്ത കണ്ടില്ല. അതുകൊണ്ട് ഭാര്യോഠാ സദൃശീനവാ എന്ന് ചോദിച്ചപ്പോ കുചേലൻ മൗനമായിട്ടിരുന്നു. മൗനമായിട്ടിരുന്നാൽ സമ്മതം എന്നാണത്രേ. അപ്പൊ ശരി, വിവാഹം കഴിഞ്ഞു, അതുകൊണ്ടാ മിണ്ടാണ്ടിരിക്കുന്നത്. സദൃശിയാണ്, അതുകൊണ്ട് അതിനും ഉത്തരവൊന്നുമില്ല. അടുത്ത ചോദ്യം, പ്രായോഗേഷു തേ ചിത്തം കാമവിഹിതം യഥ. അയ്യോ, ഞാൻ പറയണത് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ. കല്യാണത്തിന്റെ കഥ പറയാനോ അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. സാധാരണ ആളുകള് കാമത്തിന് വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കണത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എന്താ? കാമവിഹിതം യഥാ. അങ്ങയുടെ മനസ്സ് അകാമവിഹിതമാണ്, ഒരു കാമമില്ലാത്ത ആളാണ്. വിവാഹം ആ ധർമ്മം അനുഷ്ഠിക്കണം, ബ്രഹ്മചര്യം കഴിഞ്ഞാൽ ഗാർഹസ്ഥ്യം വേണം എന്നുള്ളത് ഒരു നിയമമായത് കൊണ്ട് അത് അനുഷ്ഠിച്ചു, അത്രയ്ക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ കേട്ടോ. നൈവാദിപ്രിയസേ വിദ്വാൻ ധനേഷു വിഹിതം ഹിമേ. അങ്ങേപോലുള്ളൊരു ധർമ്മജ്ഞന് ധനത്തിലൊന്നും മനസ്സ് കാര്യമായിട്ടൊന്നും, സുഖത്തിലൊന്നും മനസ്സ് കാര്യമായിട്ടൊന്നും പോവില്ലല്ലോ. 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഉള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ ഉണ്ടാവേണ്ട ഡയലോഗാണ് കേട്ടോ പറയുന്നത്. ക്വചിത് കുർവന്തി കർമാണി കാമൈക ചേതസ. ചില ആളുകളുണ്ട്, അങ്ങയുടെ കഥയൊന്നും അല്ല കേട്ടോ പറയണത്, ചില ആളുകള് കാമൈക ചേതസ കർമാണി കുർവന്തി. കാമത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണു. അങ്ങയുടെ കഥയല്ല പറഞ്ഞത്. ചില ആളുകള് കാമത്തിനായിട്ടുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നു. ത്യജന്ത പ്രകൃതിർദേവി അജത്യാഹം ലോകസംഗ്രഹം. പക്ഷെ അങ്ങേ പോലുള്ള ആളുകളൊക്കെയോ ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട്, ലോകത്തിന് മാതൃകയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുന്നു. അതോടുകൂടി ആ ചോദ്യം കഴിഞ്ഞു. പറയാനുള്ളത് മുഴുവൻ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ ശ്രീകൃഷ്ണന്റെ മനസ്സിലേക്ക് ആ ഗുരുകുലത്തിലുള്ള അനുഭവങ്ങള് ഒരുമിച്ച് എഴുന്നേറ്റ്, ഒരുമിച്ച് ബ്രഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠേ സ്വസ്ഥോ രക്ഷാർത്ഥമായുഷ ശരീരചിന്താ നിർവർത്തിയ കൃതശൗചവിധിസ്തതഃ അർക്കന്യഗ്രോധകതിര കരഞ്ജഗുഭാധികം പ്രാതർഭുക്വാച മദ്വം ഗംഗാഷായ കടുതിക്തകം ഭക്ഷയൽ ദന്തപവനം ദന്തമാംസാന്യബാധേൻ ഉചിതമായിട്ട് ഉദാത്തമായിട്ട് ഗുരുകുലത്തിൽ അനുഷ്ഠിച്ചിട്ടുള്ള ഒരു ദിനചര്യയുണ്ട്. ഒപ്പം പല്ലിച്ച്, ഒപ്പം കുളിച്ച്, പുഴയിൽ പോയിട്ട് വേണം. സന്ദീപനി ഗുരുകുലത്തിൽ നിന്ന് കുറേ നടന്നിട്ട് വേണം, ടോയ്ലറ്റ് ഒന്നുമില്ല. അവിടെ പോയി കുളിച്ചു വരുന്ന സമയത്ത് ഗുരുനാഥന്റെ കാര്യം ശ്രദ്ധിക്കണം. അദ്ദേഹത്തിലേക്ക് എണീക്കാറായി, അദ്ദേഹം എണീക്കണതിൻ്റെ മുമ്പ് നമ്മൾ കുളി കഴിച്ച് വരണം. അതിൻ്റെ വാരൊക്കെ കഴിച്ചു വന്നു, ഭസ്മൊക്കെ ഇട്ട് വന്നു. അത് കഴിഞ്ഞു അദ്ദേഹത്തിന് കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി, അദ്ദേഹത്തിന് കുളിക്കാൻ ദേവാലയത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി. അദ്ദേഹം നീക്കുമ്പോഴേക്കും ഹരിഹരി നാമം ജല്ലിയും കൊണ്ടാണ്, പ്രണവം ജല്ലിയും കൊണ്ടാണ് ഇരിക്കണത്. എന്നിട്ട് അദ്ദേഹത്തിന് കുളിക്കാനും മറ്റ് ശരീരകർമ്മങ്ങൾക്കൊക്കെ ഉള്ള സാഹചര്യം. അത് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ജപത്തിൻ്റെ സമയമായി, ധ്യാനത്തിൻ്റെ സമയമായി. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കണു, വേണ്ട മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊടുക്കണു. അദ്ദേഹത്തിന് ഓരോ ദിവസവും ഓരോ സന്ദർഭങ്ങളിലും ഇഷ്ടാവുന്ന മന്ത്രങ്ങളുണ്ട്, ഏതാണൊക്കെ അറിയാലോ. അപ്പം അതൊക്കെ ചൊല്ലിക്കൊടുക്കണു. ആ മന്ത്രങ്ങളൊക്കെ നമ്മൾ ചൊല്ലിക്കൊടുത്തുല്ലോ. അതൊക്കെ ചൊല്ലിക്കൊടുത്തതിന് ശേഷം അഗ്നിഹോത്രാദി വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് വളരെ സന്തോഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇനി പ്രസാദം എന്തെങ്കിലും ഉണ്ടാക്കണം. കാട്ടിൽ പോയിട്ട് എന്തെങ്കിലും മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ഉള്ള വസ്തുക്കൾ വെച്ചിട്ട്, ആ കാട്ടിൽ കിട്ടുന്ന വിഭവങ്ങളൊക്കെ കൂടി വെച്ചിട്ട് എന്തെങ്കിലും ലഘുവായിട്ടൊരു പ്രസാദം ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹവും സഹധർമ്മിണി സന്തോഷമായിട്ട് ഭക്ഷിച്ചതിന് ശേഷം നമ്മളതിൻ്റെ ശേഷമായിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് സ്വീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഇരുന്നതൊക്കെ ഓർമ്മല്ലേ ചോദിക്കുകയാണ്. ആ കഥകളൊക്കെ എല്ലാം
വളരെ സന്തോഷമായും കൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വളരെ സുഖമായിട്ടുള്ള കചിത് ക്വചിത് ഗുരുകുലേ വാസം ബ്രഹ്മൻ സ്മരസി നൗയതഃ. ഗുരുകുലത്തിലെ വാസം സ്മരിക്കുന്നില്ലേ? ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസഃ പരമശ്നുതേ. എല്ലാ ജ്ഞാനങ്ങളും തമസ്സും ഇല്ലാതെ കണ്ടാക്കുന്ന ഒരു മഹാതപസ്വിയായിട്ടുള്ള അത്തരത്തിലുള്ള ഗുരുനാഥന്മാരെ കിട്ടാനാണ് ഏറെ വിഷമം. വിദ്യാർത്ഥികളെ കിട്ടാനും വിഷമാണ്. പക്ഷേ ഭൂമാനന്ദസ്വാമിയെ പോലെ ഇതുപോലത്തെ ആചാര്യന്മാരായിട്ടുള്ള അധ്യാപകന്മാരെ കിട്ടാനാണ് വളരെ വിഷമായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമ്മുടെ ജാതക ഗുണം കൊണ്ട്, കർമ്മഗുണം കൊണ്ട്, ഗുരുത്വം കൊണ്ട് അത്രയും തപസ്വിയായിട്ടുള്ള സന്ദീപനി ഗുരുവിൻ്റെ അടുത്ത് പഠിക്കാൻ സാധിച്ചുല്ലോ. സവൈ സത്കർമ്മണം സാക്ഷാൽ ദ്വിജാതേരിഹ സംഭവ. സൽക്കർമ്മങ്ങൾ എന്താണെന്നുള്ളത് മാത്രം പഠിപ്പിക്കാൻ ടീച്ചറുടെ ധർമ്മമാണ് അവിടെ പറയുന്നത്. സൽക്കർമ്മങ്ങൾ മാത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദ്വിജാതേരിവ സംഭവ. ബ്രാഹ്മണന്മാരിലെ സൽക്കർമ്മങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരാൾ വേണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മുടെ ഗുരുനാഥനെ ഭഗവാൻ സൃഷ്ടിച്ചത് എന്നുള്ള സങ്കല്പത്തോടുകൂടി അദ്യോത്ര എത്ര ആശ്രമിനാം യഥാഹം ജ്ഞാനദോ ഗുരു. ഏറ്റവും അദ്യനായും കൊണ്ട് ശാസ്ത്രങ്ങൾ പഠിപ്പിക്കാൻ ശ്രേഷ്ഠനായിട്ട് ജ്ഞാനദോ ഗുരു, വേണ്ടത് വേണ്ടോണം പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിട്ടുള്ള ഗുരുവിൻ്റെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചുല്ലോ. നന്വർത്ഥ കോവിദ ബ്രഹ്മൻ വർണ്ണാശ്രമവതാമിഹ യേ മയാ ഗുരുണാവാച തരന്ത്യജോ ഭവാർണവാദ്. എന്തിനാ ഗുരുകുലത്തിൽ പഠിക്കണത്? 10 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം 40 ലക്ഷം കൊടുത്ത് എഞ്ചിനീയർ ആവാനും ഡോക്ടർ ആവാനും അല്ല. എന്നിട്ട് ആ കൊടുത്ത 20 ലക്ഷവും 50 ലക്ഷവും ദുരിതമനുഭവിക്കുന്ന രോഗികളുടെ നിന്ന് തിരിച്ചു മേടിച്ച് അവര് കഴിഞ്ഞ കർമ്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ കൂടി ഏറ്റുവാങ്ങാനല്ല. പിന്നെ എന്തിനാ? തരഞ്ജസൗ ഭവാർണവാത്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പറയാണ്. സംസാരസാഗരത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ഗുരുകുലത്തിൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ്? ഈ ഭവാർണവത്തിൽ നിന്ന്, ഈ ഭവമായിട്ടുള്ള ഈ മായയിൽ നിന്ന്, അജ്ഞാനത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. മോചനം വേണം. അത് മോചിപ്പിക്കുന്ന ഗുരുവർത്ഥസ്തു അന്ധകാരത്വാൽ നിരോധകാത് അന്ധകാര നിരോധത്വാത് ഗുരുരിത്യഭിധീയത്തെ. അന്ധകാരമായിട്ടുള്ള അജ്ഞാനം ഇല്ലാതെ കണ്ടാക്കുന്ന ഗുരു, ആ ഗുരുവിൻ്റെ ശുശ്രൂഷയിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള അവിദ്യയായിട്ടുള്ള അജ്ഞാനം നമ്മൾ മാറ്റി തീർക്കുക. അതാണല്ലോ നമ്മൾ ആ ഗുരുകുലത്തിൽ വെച്ച് സാധിച്ചത്. തരന്ത്യശോഭവാർണവം. സ്പഷ്ടമായിട്ട് 1 സെക്കൻഡ് മതി, 1 സ്പാർക്ക് മതി, 1 സ്പാർക്ക് മതി. വിവേകാനന്ദ സ്വാമിജി 150-ാം വാർഷികത്തിനോടനുബന്ധിച്ച് നമ്മൾ ഒരു തവണയെങ്കിലും സ്വാമിജിയുടെ വായിക്കണം. ചെറുപ്പകാലത്ത് നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ ഞങ്ങളുടെയുള്ള ജീവിതം മുഴുവൻ അങ്ങയുടെ ഭഗവാന്റെ ദേവിയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട്, സേവനത്തിന് വേണ്ടി മാത്രമായിട്ട് അനുഷ്ഠിക്കാം. പക്ഷെ എൻ്റെ വീട്ടിൽ കുറച്ച് ദാരിദ്ര്യമുണ്ട്. ആ ദാരിദ്ര്യം ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ എൻ്റെ അമ്മയും ബാക്കിയുള്ളവരൊക്കെ കുറച്ച് സമാധാനമായിട്ടിരിക്കാനുള്ള സംവിധാനം വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ബാക്കിയുള്ള സമയം മുഴുവൻ കാളീദേവിയുടെ അങ്ങയുടെ ഉപാസനയായിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. പരമഹംസരൊന്ന് ധ്യാനിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അന്ന് ഇയാൾ നേരെ പോയിട്ട് കാളിയുടെ അടുത്ത് തന്നെ, അമ്മയുടെ അടുത്ത് തന്നെ ചെന്ന് പറഞ്ഞോളൂ. അമ്മ തീർച്ചയായിട്ടും തരം സംശയം വേണ്ട. രാത്രി സമയത്ത് യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗർത്തി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹേ. എല്ലാ ചരാചരങ്ങളും നിശബ്ദമായി ശാന്തമായി വിശ്രമിക്കുന്ന സമയത്ത് സംയമിയായും കൊണ്ട് നരേന്ദ്രൻ അവിടെ ചെന്നു. കാളീദേവിയുടെ ക്ഷേത്രത്തിൽ അവിടെ ചെന്ന് ധ്യാനിച്ചു, ഉപാസിച്ചു. ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം ഉപാസിച്ചു. കാളീദേവി സാക്ഷാൽ പ്രത്യക്ഷയായി എന്താ വരം വേണ്ട ചോദിച്ചു. സംശയമൊന്നും ഉണ്ടായില്ല. നരേന്ദ്രൻ പറഞ്ഞു, എനിക്ക് ജ്ഞാനം തരൂ, എനിക്ക് വൈരാഗ്യം തരൂ, എനിക്ക് ജ്ഞാനം തരണേ, എനിക്ക് വൈരാഗ്യം തരണേ പ്രാർത്ഥിച്ചു. തഥാസ്തു. കാളി അങ്ങനെ പറഞ്ഞു. അപ്രത്യക്ഷയായി. ഒക്കെ കഴിഞ്ഞ് ബോധം വന്നു. കുറെ കഴിഞ്ഞപ്പോൾ തിരിച്ചെത്തി. രാവിലെ ആകുമ്പോൾ തിരിച്ചെത്തി. പരമഹംസര് ചോദിച്ചു, എന്താ കൂട്ടാ പറഞ്ഞോണൊക്കെ ചെയ്തു? എന്തേ ചെയ്ത? കാളിദേവിയുടെ അമ്പലത്തിലേക്ക് പോയി. എന്നിട്ട് ധ്യാനിച്ചപ്പോ പ്രത്യക്ഷയായി. അപ്പൊ എന്നിട്ട് ചോദിച്ചില്ലേ നിനക്ക് ആവശ്യമുള്ളത്? അങ്ങനെയല്ലാണ്ടായേ. എന്തേ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ? അല്ല, എനിക്ക് അവിടെ ചെന്നപ്പോ തോന്നിയതേ ജ്ഞാനം തരൂ, വൈരാഗ്യം തരൂ എന്ന് ചോദിക്കാനാ തോന്നി. അതേ എൻ്റെ
ഒരു തവണയും കൂടി നീ അങ്ങോട്ട് പൊക്കോ, അടുത്ത ദിവസം ഒന്നുകൂടിയും പൊക്കോ, വേണ്ടോണെന്ന് എനിക്ക് പറയാൻ തോന്നും. ശരി, പിറ്റേ ദിവസം നല്ല മനസ്സിൽ ഉറപ്പോട്ട് കൂടി അന്നത്തെ ദിവസം ശരിക്കും അതന്നെ വിചാരിക്കുള്ളൂ. അന്നത്തെ ദിവസം പകല് മുഴുവൻ അതന്നെ ആലോചിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവർ ശരിയാവണം, എൻ്റെ കുടുംബത്തിലുള്ളവർ ശരിയാവണം, അയലോക്കത്തുള്ളവർ നശിക്കണമെന്ന് പറഞ്ഞില്ല ഏതായാലും ദൈവാധീനത്തിൽ. അപ്പം അതൊക്കെ മനസ്സിൽ നല്ല പോലെ ധരിച്ച് ഉറപ്പിച്ചും കൊണ്ട് അദ്ദേഹം പിറ്റേ ദിവസം രാത്രി ഇതേപോലെ തന്നെ അവിടെ ചെന്നു, കാളിക്ഷേത്രത്തിൽ അവിടെ ചെന്നു, കുറേ നേരം ധ്യാനിച്ചു. ധ്യാനിച്ച സമയത്ത് കാളിമാതാവ് പ്രത്യക്ഷയായി. ചോദിച്ചു, എന്താ വരം വേണ്ടേ? എനിക്ക് ജ്ഞാനം തരണേ, വൈരാഗ്യം തരണേ. ശരി, കഴിഞ്ഞ് തിരിച്ചു വന്നു. പിറ്റേ ദിവസം തിരിച്ചു വന്ന സമയത്ത് പരമഹംസരടുത്ത് ചോദിച്ചു, എന്താ പോയി. ശരി, അവിടെ പ്രാർത്ഥിച്ചു, ധ്യാനിച്ച സമയത്ത് അമ്മ പ്രത്യക്ഷയായി, ജഗദമ്പ പ്രത്യക്ഷയായി. എന്നിട്ട് ചോദിച്ചു, പഴയ കഥ തന്നെ, ഇങ്ങനെയാ ശരിയാവില്ല, നാളെ നല്ല നിഷ്ഠയോട് കൂടി പോയിട്ട് ചോദിക്കണം കേട്ടോ, നീ അത്ര കാര്യമായിട്ട് എന്നോട് ചോദിച്ചതല്ലേ, അപ്പൊ അതുകൊണ്ട് ഏതേപോലെ തന്നെ നീ അമ്മയുടെ അടുത്തും ചെന്ന് ചോദിക്കണം, നിനക്ക് തരും, അമ്മ തരും, സംശയമൊന്നും വേണ്ട, അമ്മ അറിഞ്ഞ് തരും, നമ്മുടെ ഉള്ളിലുള്ളത് അറിഞ്ഞ് തരും, സംശയമൊന്നും വേണ്ട. ഉറപ്പിച്ചു. ഇന്ന് ഏതായാലും എനിക്ക് യാതൊരു കൂസലും ഇല്ല. ഉറപ്പിച്ചും കൊണ്ട് അവിടെ ചെന്നു. വളരെ ശാന്തമായി അവിടെ ഇരുന്ന് ധാനിച്ചു. ധ്യാനമൊക്കെ ഒന്ന് ചെറിയായിട്ട് പതഞ്ജലിയുടെ യോഗദർശനമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. യോഗചിത്ത നിരോധ, യമനിയമാസന, പ്രാണായാമ, പ്രത്യാഹാരണ, ധാരണ, ധ്യാന, സമാധി, അഷ്ടാംഗ യോഗാനി അതൊക്കെ ഒന്ന് നന്നായി ബൈഹാർട്ട് പഠിച്ച് അതൊക്കെ നന്നായി ധ്യാനിച്ച് അവിടെ ചെന്നിരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. ദേവി പ്രത്യക്ഷയായപ്പോ സംശയമൊന്നും ഉണ്ടായില്ല. വായിൽ വന്ന വാക്ക് ജ്ഞാനതയോ വൈരാഗ്യതയോ, ജ്ഞാനം തരൂ, വൈരാഗ്യം തരൂ. തിരിച്ചു വന്നു. പരമഹംസരെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചില്ല. തിരിച്ചങ്ങോട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടത് ജ്ഞാനവും വൈരാഗ്യമാണ്, സംശയമില്ല. എന്റെ ജന്മം എന്ന് പറഞ്ഞാൽ ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട് ആത്മനോമോക്ഷാർത്ഥം ജഗദ്ധിതായ ച എന്നുള്ള ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, സാക്ഷാൽ മഹേശ്വരന്റെ അനുഗ്രഹം കൊണ്ട്, മൂർത്ത മഹേശ്വരനായി കൊണ്ടാണ് വിവേകാനന്ദൻ ജന്മം ജനിച്ചിരിക്കുന്നത്, നരേന്ദ്രൻ ജന്മം ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ടത് ജ്ഞാനവും വൈരാഗ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മ വാക്കനെ കൊണ്ട് ചോദിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പറഞ്ഞു വന്നത് തരഞ്ജസൗഭവാർണവാത്, വേണ്ടവണ്ണം വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മനുഷ്യന്റെ, ശിഷ്യന്റെ സംസാരസാഗരം ദുഃഖത്തിൽ നിന്ന് കരകയറ്റുക എന്നുള്ളതാണ് ശിഷ്യന്റെ ധനം അപഹരിക്കലല്ല ഗുരുവിന്റെ ധർമ്മം. അപ്പൊ അതുകൊണ്ട് ആ ഭവാർണവം നിന്ന് നമ്മളെ കരകയറ്റിയ ഗുരുനാഥന്റെ അടുത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരണില്ലേ? നാഹമിദ്യാപതിഭ്യാം തപസോപശമേനവാ തുഷ്യേയം സർവഭൂതാത്മാ ഗുരു ശുശ്രൂഷയാ യഥാ. ഉറപ്പിച്ച് വീണ്ടും പറയാണ് ഗുരുശുശ്രൂഷയുടെ മഹത്വം. കുറെ തപസ് ചെയ്തോണ്ട് കാര്യമില്ല, കുറെ ദാനം ചെയ്തുകൊണ്ട് മാത്രം കാര്യം ഉണ്ടാവണമെന്നില്ല, കുറെ യാഗം ചെയ്തുകൊണ്ട് മാത്രം കാര്യം ഉണ്ടാവണമെന്നില്ല. ഗുരുവിനെ വേണ്ട പോലെ ശുശ്രൂഷിച്ചാല്, ഗുരുവിനെ വളരെയധികം സന്തോഷിപ്പിച്ചാല് യാതൊരു സംശയവും വേണ്ട, സിദ്ധിക്കാൻ സാധിക്കും. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായിട്ട് ഒരാളുണ്ടായിരുന്നു, അത്ഭുതാനന്ദ സ്വാമിയോട്. ലാട്ടു മഹാരാജ് എന്നാണ് പറയുക. അക്ഷരാഭ്യാസം ഇല്ല, അക്ഷരം വായിക്കാൻ അറിയില്ല, ബംഗാളി വായിക്കാൻ അറിയില്ല, പിന്നെയല്ലേ സംസ്കൃതമുള്ളൂ. ഒരക്ഷരവും വായിക്കാൻ അറിയില്ല, പേപ്പറും വായിച്ചിട്ടില്ല, ഭാഗവതവും വായിച്ചിട്ടില്ല, ഒന്നും വായിച്ചിട്ടില്ല. നിരന്തരമായിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസര് പറയാറുണ്ട്, പരബ്രഹ്മത്തിൽ ലയിച്ചും കൊണ്ടിരിക്കുന്ന ഈശ്വര കോടികളിലുള്ള ഒരാളാണ് ഈ അത്ഭുതാനന്ദ സ്വാമികളായിട്ട് പിന്നീട് വന്നു ചേർന്നിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായിട്ടുള്ള രാട്ടു മഹാരാജ് എന്ന് പറയുന്നു. സിദ്ധിച്ചത് യാതൊരു സംശയവും വേണ്ട, ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ടാണ്. നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ 1-ാം തീയതി, ജനുവരി 1-ാം തീയതി. എന്താ പ്രത്യേകത? സംശയം വേണ്ട. കൽപ്പതരോ ദിനം എന്നാണ് പറയുക. കൽപ്പതരോ ദിനം കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ, ലോകത്തിൽ മുഴുവൻ ആചരിക്കുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ദിനം കൽപ്പതരോ ദിനം. ശ്രീരാമകൃഷ്ണ പരമഹംസര് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിട്ടുള്ള എല്ലാ ശിഷ്യന്മാർക്കും വേണ്ടത് മുഴുവൻ കൊടുത്തിട്ടുള്ള കൽപ്പവൃക്ഷം പോലെ. ചോദിച്ചത് എന്തും കൊടുക്കും. ചോദിക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം അങ്ങനത്തെ ആളുടെ അടുത്തേക്ക് ചെല്ലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ വേണ്ടാത്തത് കിട്ടിയെന്നും വരും, അല്ലെങ്കിൽ തന്നെ വലിയ ഉപദ്രവമൊന്നും ഇല്ലാണ്ടിരിക്കുക, ഇനി ഓരോന്ന് ചോദിച്ച് മേടിക്കാതിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ
കൽപ്പതരുവായും കൊണ്ടുള്ള കൽപ്പതരു ദിനം എന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ദിവസമാണ്. ഏതായാലും ശരി, ആ തത്വം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്, ആ ഗുരുവിന്റെ അനുഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. രാമാനുജാചാര്യര്, വിശിഷ്ടാദ്വൈതത്തിന്റെ ആചാര്യനായിട്ടുള്ള രാമാനുജാചാര്യര്, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ഗുരു അനുഗ്രഹത്തിലൂടെ സർവം പ്രാപിക്കും എന്ന് ശ്രീമദ് ഭാഗവതത്തിലെ കുചേലോപാഖ്യാനത്തില് പറയുന്നത്. പല പ്രകാരത്തിലൂടെയും നിയമത്തിലൂടെയും ഭഗവാനെ, ബ്രഹ്മത്തിനെ സാക്ഷാത്കരിക്കും എന്നുള്ള തത്വം സാംശീകരിക്കാൻ വേണ്ടിയിട്ട്, അദ്വൈതമല്ല അത്, വിശിഷ്ട അദ്വൈതം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ ആ ഖണ്ഡം പറഞ്ഞിട്ടുള്ള എന്ന് പറയുന്നു. ഭക്തിയുടെ മകുടമായിട്ടുള്ള ആ ഭാഗം വിശിഷ്ടാദ്വൈതാണോ അദ്വൈതാണോ എന്നുള്ള നിശ്ചയില്ല. ഏതായാലും ശരി, വളരെ വിശിഷ്ടതമമായിട്ടുള്ള ഭക്തിയുടെ ഒരു ഭാവമാണ്. അത് കഴിഞ്ഞിട്ട് ഗുരുകുലത്തിലെ ചില കഥകൾ പറയാണ്. പണ്ടൊരു തവണ നമ്മള് ഗുരുകുലത്തിൽ അന്ന് അടുപ്പിറ്റേ ദിവസത്തേക്ക് അരി വെക്കാൻ വിറകില്ല. അപ്പൊ വിറകന്വേഷിച്ചുകൊണ്ട് നമ്മളെ കാട്ടിലേക്ക് പോവണ്ടായില്ലേ. ആ കഥ നിരന്തരമായിട്ടുള്ള യാത്രകളായതുകൊണ്ടേ ഭഗവാനെ ഇടയ്ക്കൊന്ന് ഓർക്കണം എന്ന് സ്മരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് തരാ. പണ്ട് ഗുരുകുലത്തില് വിറകില്ല. അപ്പോൾ അരി വേവിക്കണം എന്നുണ്ടെങ്കിൽ വിറകില്ല. വിറക് അന്വേഷിച്ച് നമ്മൾ കാട്ടിൽ പോയ സമയത്ത് കാട്ടിൽ പോയി എന്തോ നിയോഗത്തിന് ഭയങ്കരമായിട്ടുള്ള ഇടി വന്നു, മഴ വന്നു. മഴയൊക്കെ കൂടി ഇരുട്ടായി. കാനനമാണ്, വഴി തെറ്റി, ക്രൂരമൃഗങ്ങളുള്ള കാനനം. അങ്ങോട്ടോ പോകണ്ട, ഇടത്തോട്ടോ പോകണ്ടെന്ന് ശല്യ, വലത്തോട്ടോ പോകണ്ടെന്ന് ശല്യ. ആകെ ചുറ്റിയും കൊണ്ട് നടക്കുന്ന സമയത്ത് വല്ലാണ്ട് ഇടിയും മഴയും കൂടി തന്നു. ഒരു മരത്തിൻ്റെ ചോട്ടിൽ നമ്മൾ കയ്യെ കോർത്ത് പിടിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട്, ഗുരുനാഥന്റെ കാരുണ്യത്തിനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ആ മരത്തിന്റെ ചോട്ടിൽ നമ്മൾ ഇരിക്കേണ്ടായില്ലേ. നമ്മളായിരുന്നപ്പോൾ അതിനേക്കാളധികം ബുദ്ധിമുട്ടായി ഗുരുനാഥന്. അയ്യോ, ഞാൻ എന്താ പരാധ ചെയ്തതിൻ്റെ ഈശ്വര, ഈ കുട്ടികളെ പഠിപ്പിക്കാം, ഈ കുട്ടികളെ നന്നാക്കാമെന്ന് സ്വീകരിച്ചിട്ട് ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും ഞാനാണ് എന്നുള്ള സങ്കല്പത്തോടു കൂടിയാണോ ഉദയനം കഴിപ്പിക്കണത്. എന്നിട്ട് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഇനി ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞാനാണെന്നുള്ള സങ്കല്പത്തിൽ ആ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവരെ രക്ഷിക്കാനും വികസിപ്പിക്കാനുള്ള ചുമതലയായിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അവരെന്നിട്ട് എനിക്ക് ഇന്ധനം കിട്ടാൻ വേണ്ടിയിട്ട്, എനിക്ക് ഇവിടെ ഗുരുകുലത്തിൽ അന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കാട്ടിലേക്ക് പോയോ, ഈ പെരുമഴ പറ്റിയില്ലോ, എവിടെയാ പോയോ നിശ്ചയില്ല. എവിടെയാണെന്ന് അന്വേഷിച്ചു. ഗുരുനാഥനും അന്വേഷിച്ച് പുറപ്പെടാൻ തുടങ്ങി. കാട്ടിൽ അന്വേഷിച്ച് രണ്ടുപേരും അരണ്യത്തിൽ നടന്ന് മാർത്താണ്ഡോദയം വന്ന സമയത്ത്, സൂര്യോദയം വന്ന സമയത്ത് എന്തോ ദൈവാധീനത്തിന് കണ്ടുമുട്ടി. സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്ന സമയമാണ്, ജ്ഞാനം ഉദിക്കുന്ന സമയമാണ്. ആ ജ്ഞാനം ഉദിക്കുന്ന സമയത്ത് അന്ന് ഗുരുനാഥനെ കണ്ടുമുട്ടിയില്ലോ. ആ കണ്ടുമുട്ടിയ സമയത്ത് ഗുരുനാഥൻ ആനന്ദാശ്രുക്കളെ പൊഴിച്ചുകൊണ്ട് നമ്മളെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് തലയിൽ കയ്യെ വെച്ച് അനുഗ്രഹിക്കേണ്ടായില്ലേ. കഥാസന്ദർഭം നിങ്ങൾക്ക് ഓർമ്മല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കഥ പറഞ്ഞു. കുശേലനും സന്തോഷമായി. ഞാനും അതന്നെ പറയാൻ പുറപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് അങ്ങയുടെ മുഖത്തുനിന്ന് വന്നൂലു. ഇത്രയും കാലം ഞാൻ ആ കഥ തന്നെ, ആ സംഭവം തന്നെ ഓർത്തും കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം നൈമിഷാരണ്യത്തിൽ 11 ദിവസം സ്വാമിജിയുടെ അനുഗ്രഹം എന്താണ്ടായത്, പ്രഭാഷണം എന്താണ്ടായത്, അത് തന്നെ ഓർത്തും കൊണ്ടിരിക്കുകയായിരുന്നു. അത് അങ്ങയുടെ മുഖത്തുനിന്ന് വന്നൂല. അത് കേട്ടതിൻ്റെ സന്തോഷം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഗുരുനാഥന്റെ കാരുണ്യം മനസ്സിൽ സ്മരിച്ചും കൊണ്ട് അത് അവർ രണ്ടുപേരും വളരെ നേരത്തേക്ക് ഗുരുനാഥന്റെ ആ കാരുണ്യം സ്മരിച്ചും കൊണ്ട് ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചിരിക്കണ സമയത്ത് സഖാവിൻ്റെ കയ്യിൽ എന്തോ ഒരു സാധനം കാണുന്നുണ്ട്, എന്തോ ഒരു പിടി കാണുന്നുണ്ട്. എന്താ അത്? ഇത്രയും കാര്യങ്ങൾ മുഴുവൻ അങ്ങ് എന്നോട് തുറന്നു പറഞ്ഞുല്ലോ. നമ്മൾ പഠിക്കണ സമയത്ത് നമുക്കൊന്നും എൻ്റേതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഗുരുകുലത്തില്. എൻ്റേതായിട്ട് അങ്ങേക്കും ഉണ്ടായിരുന്നില്ല, എനിക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങയുടെ കയ്യിൽ ഇവിടെ ചെറുതായിട്ടൊരു പൊതി കാണാണ്ടല്ലോ. അതിൻ്റെ കഥ എന്താണെന്നും പറയണ്ടായില്ലല്ലോ. അയ്യോ, അത്
അതാച്ചാ അല്ലെങ്കിൽ തന്നെ കുശേലനറിയാം ഇവിടുന്ന് മരുന്ന് കിട്ടിയിട്ടുള്ള 4 പിടി അവിലാണ്. പോട്ടെ, അതാച്ചാ നടന്ന് അസല് വെയിലത്ത് വന്നിട്ട് വിശർപ്പും ചളി നടക്കണ വഴിക്കൊന്ന് വീഴാൻ പോയി. അപ്പത്തിന് മണ്ണിൻ്റെ ഉണ്ട് എല്ലാം കൂടി ആയിക്കൊണ്ട് മലിനമായിക്കൊണ്ടിരിക്കുന്ന. ഇനിയിപ്പോൾ അത് കൊടുക്കാതിരിക്കായിരുന്നു ഭേദം. ഒന്നും കൊടുക്കാതിരിക്കുക ഭേദം. മോശമായിട്ടുള്ള സാധനം കൊടുക്കണേക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നത്. പക്ഷെ ഭഗവാൻ കാണാത്തത് വല്ലതും ഉണ്ടോ? അതങ്ങോട്ട് തരൂ. വേഗം അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിച്ചു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്. ആ കർമ്മഭാരം കർമ്മബന്ധനം അങ്ങോട്ട് മോചിപ്പിക്കുകയാണ്. ഒരു പിടി ആ കുഴി അങ്ങോട്ട് തുറന്നു. അതിൽ അവിലെ കയ്യ് 2 കയ്യും കൂടി പൂട്ടിപ്പിടിച്ച് ഒരു പിടി അവിലങ്ങോട്ട് എടുത്തു, ഭുജിച്ചു. രണ്ടാമത്തേനെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോഴാണ് ലക്ഷ്മി ഭഗവതിക്ക് കഥ പിടികെട്ടിയിട്ട്. ഇത്രയും കാലം പാലാഴിയിലും അതിന് മുമ്പ് അതിനുശേഷം പല അവതാരങ്ങളായിട്ടും ശ്രീരാമാവതാരത്തിലും മറ്റ് പല സന്ദർഭത്തിലും ഒരുമിച്ച് ഞാൻ സേവിക്കുണ്ടായിട്ടുണ്ട്. ഇനി അതിനുള്ള അവസരം ഉണ്ടാവാതിൻ്റെ അവോ സംശയമില്ല. കാരണം നല്ലോണം അറിയാം അദ്ദേഹത്തിന്റെ സ്വഭാവം. കാലമായിട്ട് അറിയേ. അപ്പൊ എന്താ വെച്ചാൽ സംശയമൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന് ചില ചാബല്യങ്ങളും ചില ചാചല്യങ്ങളൊന്നും നല്ലോണമുള്ള ആളാണ്. സൂത്ര കള്ളനാണെന്ന് അറിയാം. വേളി കഴിക്കണതിന് മുമ്പത്തെ ചില കഥകൾ തന്നെ ഉണ്ട്. കട്ട കൊണ്ട് പൂവ് തന്നെ ഉണ്ടായേക്കണം. നേരാമണ്ണുള്ള വേളിയൊന്നുമല്ല. ആ വേളി കഴിച്ചിട്ടും അതിൻ്റെ ഇടയിൽ ചില കലാപരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നല്ലോണം അറിയണ ആളാ. കയ്യങ്ങോട്ട് പിടിച്ചു. എന്താ അങ്ങക്ക് ഇങ്ങനെ ഒരു മതിഭ്രമം ഉണ്ടായത്? എന്നെയും കൂടി അങ്ങോട്ട് മറന്നുപോയോ എന്നൊക്കെ ചോദിച്ച് ആ 2 പേരും കൂടി വർത്തമാനം പറഞ്ഞു. ഏതായാലും ശരി. അദ്ദേഹം പറഞ്ഞു, 2 പേരും പറഞ്ഞു, അങ്ങ് ഇവിടെ ഞങ്ങളുടെ കൂടെ ഈ ആശ്രമത്തിലൊന്ന് താമസിക്കണം. ഈ പവിത്രമായിട്ടുള്ള ആശ്രമത്തിലൊന്ന് താമസിക്കണം. ഇതൊന്ന് പവിത്രീകരിക്കണം. പുണ്യാത്മാക്കളുടെ സ്ഥലം കൊണ്ടാണ് പുണ്യതീർത്ഥമായി തീരുന്നത്. പ്രകർഷമായിട്ടുള്ള യാഗം ഉണ്ടാവുന്ന സ്ഥലം, അതുപോലെ പുണ്യ സ്ഥലം ഉണ്ടാവുന്നത് ഋഷീശ്വരന്മാരെ ഇതേപോലുള്ള മഹാതപസ്വികളായിട്ട് ജ്ഞാനികളായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ ജീവിതം മുഴുവൻ സാധനയായിട്ട് അനുഷ്ഠിച്ചിട്ടുള്ള ഈ ഋഷീശ്വരന്മാരൊക്കെ വന്ന് താമസിച്ച് ജപിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് സ്ഥലം പവിത്ര സ്ഥാനമാവുന്നത്, പുണ്യമാവുന്നത്. അങ്ങ് ഇവിടെ കുറച്ച് ദിവസം താമസിക്കണം എന്ന് പറഞ്ഞു. വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യ അദ്വൈത സിദ്ധാന്തമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അവിടെ വന്ന് താമസിച്ച് അന്നത്തെ ദിവസം രാത്രി മുഴുവൻ കുചേലൻ അവിടെ ജപിച്ചുകൊണ്ട്, ഗായത്രി പോലുള്ള മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ആ സ്ഥലത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിച്ചുകൊണ്ട്, പവിത്രത വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടെ വർദ്ധിപ്പിച്ചു. ശരി, പോവാറായി. പിറ്റേ ദിവസം രാവിലെയായി. പോവാൻ പുറപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ശരി, വളരെ സന്തോഷമായി. എത്ര കാലത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ശരി, വളരെ സന്തോഷമായി. നീ വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായി കൊണ്ട് ശ്രീകൃഷ്ണനും രുക്മിണിയും കൂടിയിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞയച്ചു. വളരെ സന്തോഷമായി കൊണ്ട് കുചേലൻ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി, അല്ല അപ്പം ഞാൻ ഇപ്പോൾ എന്തിനെ ഇവിടെ വന്നത്? എൻ്റെ ഇല്ലാത്ത അച്ഛാ മഹാദാരിദ്ര്യാണ്. അദ്ദേഹത്തിനോട് എന്തെങ്കിലും ഒന്ന് ഇതൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അദ്ദേഹം പലതും കൊടുക്കുന്നുണ്ട്. അപ്പം എന്നാ കൂട്ടത്തിൽ എന്തെങ്കിലും കിട്ടുകയും നിരീക്ഷിച്ചിട്ടാ വേണ്ട, സാരമില്ല, ഏതായാലും അങ്ങനെയാണെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് പോവാൻ ചെന്നു. അങ്ങനെ പോയി കുറേ പോയി. അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൻ്റെ അടുത്തേക്ക് എത്താറായപ്പോൾ നോക്കിയപ്പോൾ വഴിയൊക്കെ ആകെ മാറിയോന്നൊരു സംശയം. നോക്കിയപ്പോൾ വഴി മാറിയോ ഇല്ല എന്നുള്ളതല്ല, തൻ്റെ ധർമ്മപത്നി അവിടുന്ന് അങ്ങോട്ട് ഓടി വരുന്നു. ആളാകെ മാറിയേക്കണു. അതിഗംഭീരായും കൊണ്ടുള്ള വസ്ത്രങ്ങള്, ഗംഭീരായും കൊണ്ടുള്ള ചേലകൾ ധരിച്ചേക്കണു. കേശാദിപാദം പാദാദികേശം സ്വർണമയമായും കൊണ്ട് പട്ടുവസ്ത്രമൊക്കെ ധരിച്ചും കൊണ്ട് തോഴിമാരായിട്ടുള്ള ആളുകളൊക്കെ കുറേ പേര് കൂടെ ഉണ്ടായിരുന്നു പണിയെടുക്കാൻ. അവരതിലേറെ കേമായും കൊണ്ട് വസ്ത്രം ധരിച്ചത് കൊണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി ഓടി വന്നു. വേഗം അദ്ദേഹത്തിനെ വന്നങ്ങോട്ട് നമസ്കരിച്ചു. ഇത് കണ്ടപ്പോ കുചേലന് സുധാമാവിന് ബോധ്യായി ഇത് ഭഗവാന്റെ ലീല തന്നെയാണ്, ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ആ ശക്തി തന്നെയാണ് മനസ്സിൽ. ആ സങ്കല്പം ഉണ്ടാവേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ആ സങ്കല്പം ഉണ്ടാവുക മാത്രമേ ഉള്ളൂ എന്നും മനസ്സിൽ ഉറപ്പിച്ചും കൊണ്ട് ഭഗവാന്റെ ആ ഭക്തി ഉണ്ടാവുക എന്നുള്ള ആ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി, ആ സന്ദേശത്തിന്റെ ഭക്തിയുടെ പ്രചാരകനായും കൊണ്ട്, ഭക്തി സന്ദേശ പ്രവാഹകനായും കൊണ്ട് ഈ കുചേലോപാഖ്യാനം എന്നുള്ള കഥ, ശ്രീമദ് ഭാഗവതത്തിലെ ഈ കുചേലോപാഖ്യാനം എന്നുള്ള കഥ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ആചാര്യന്മാർക്കും, അന്നമയാചാര്യര്, ശങ്കരദേവാചാര്യര്,
ഈ അടുത്ത കാലത്തുള്ള പാണ്ഡുരംഗാചാര്യര് മുതലായിട്ടുള്ള എല്ലാ ആചാര്യന്മാർക്കും പ്രേരണയായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ല. പറയാം, ശ്രീമദ് ഭാഗവതത്തിലെ ഭക്തിയോഗവർദ്ധനം യച്ച കൃഷ്ണ സന്തോഷഹേതുകം. ആ കൃഷ്ണസന്തോഷഹേതുക്കമായിട്ടുള്ള ആ ഭക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂർണ്ണരംഗം 2 അധ്യായത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ 2 മിനിറ്റ് നേരം, 1 മിനിറ്റ് നേരം നമുക്ക് എല്ലാവർക്കും കണ്ണുകളടച്ച് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക. കണ്ണുകളടച്ച് ഉദാത്തമായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ കാരുണ്യത്തിന്റെ ശക്തി, മലിനമയമായിട്ടുള്ള ഈ ലോകത്തിൽ നമ്മൾ ജനിക്കുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മൾ ആ ജനിക്കുന്ന സന്ദർഭത്തിൽ നമ്മളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മാതാപിതാക്കന്മാര് 8-9 വർഷം അനുഭവിക്കുന്നതായിട്ടുള്ള ആ ത്യാഗത്തിന്റെ ഉള്ളിൽ അവരനുഭവിക്കുന്ന വേദന മനസ്സിൽ സങ്കല്പിക്കുക. ഇതൊക്കെ അനുഭവിച്ചതിന് ശേഷം നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നു. കാരണവന്മാരുടെ അനുഗ്രഹം, അച്ഛനന്മാരുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം നമ്മൾ ജീവിക്കുന്നു ഈ ലോകത്തില്. ഭഗവാനായിട്ടാണ് ഈ അച്ഛനന്മാരായിട്ടും കാരണവന്മാരായിട്ടും വരുന്നത്. അതിനുശേഷം ഗുരുനാഥന്മാര്, ആചാര്യാൽ പാദമാദത്തെ എന്ന് പറയും. ഗുരുനാഥന്മാര്, ആചാര്യന്മാര് നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തില് നമ്മളെ ഏറ്റവും അധികം സ്വാംശീകരിച്ചിട്ടുള്ള ആചാര്യന്മാരെ കൃതജ്ഞതയോടുകൂടി സ്മരിക്കുക. അവര് കാണിച്ചു തന്നിട്ടുള്ള ഉദാത്തമായിട്ടുള്ള ആദർശങ്ങള് ജീവിതത്തിൽ പകർത്താൻ, നമുക്ക് ഏറ്റവും പ്രേരണയായിട്ടുള്ള ആദർശങ്ങളെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക. അടുത്തതായിട്ട് നമ്മുടെ സുഹൃത്തുക്കള്, പാദം ശിഷ്യസ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യ, നമ്മുടെ സഹപാഠികള്, നമ്മുടെ കൂടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കള്, നമുക്ക് വേണ്ട പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചത് നമുക്കൊപ്പം ജീവിച്ചിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കള്, നമുക്ക് വേണ്ട പോലെ നമ്മുടെ ഏറ്റവും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളെ നമ്മൾ സ്മരിക്കുക. വിജയലോപാഖ്യാനം ഗുരുകുലം എന്നുള്ളത് ഭക്തി വർദ്ധിപ്പിക്കാൻ, ആ ഭക്തിയിലൂടെ ഈശ്വരന്റെ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ഭാവം നമ്മൾ ഉൾക്കൊള്ളാൻ എന്നുള്ള തത്വം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രീഭൂമാനന്ദ സ്വാമികളുടെ നേതൃത്വത്തില് ഈ നൈമിഷാരണ്യത്തിൽ നടക്കുന്ന ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം, അതിൽ പങ്കുകൊള്ളാൻ സാധിച്ചത് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഭൂമാനന്ദ സ്വാമികളുടെയും മറ്റ് യതിവര്യന്മാരുടെയും ഇതിനോട് പങ്കെടുത്തിട്ടുള്ള എല്ലാവരുടെയും ശ്രമഫലം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കിതിൽ ഭാഗഭാക്കാവാൻ സാധിച്ചത്. അവർക്ക് എല്ലാവർക്കും ഉത്തരോത്തരം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാവാൻ നമ്മൾ ശക്തിയോടുകൂടി, ഉറച്ച മനസ്സോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക. ഉത്തരോത്തരം ഐശ്വര്യമായിട്ട് ഈ തത്വസമീക്ഷാ സത്രം ഒരു മഹായജ്ഞമായിട്ട് വിശ്വത്തിലെ സർവ്വജനങ്ങൾക്കും വന്നു ചേരുന്ന തരത്തിലുള്ള ഒരു മഹായജ്ഞമായിട്ട് തീരുന്നത് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക. അതിൽ നമ്മളുടേതായിട്ടുള്ള എളിയ കുചേലത്വം, പൃഥുകം നമ്മൾ സമർപ്പിക്കുക. നമ്മൾ സമർപ്പിക്കുന്നു. ഈ ധന്യമായ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതില് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പാദാരവിന്ദങ്ങളിൽ നമ്മൾ നമിക്കുന്നു. നമ്മൾ കേൾക്കുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ വാക്കുകള്, ഗന്ധം അനുഭവിക്കുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സുഗന്ധം, രുചിക്കുന്ന അന്നം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പ്രസാദം, അദ്ദേഹം സ്വീകരിച്ച പൃഥുകത്തിന്റെ ബാക്കി ഭാഗം സ്പർശിക്കുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവിനെ, കാണുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവിനെ. നമ്മുടെ ശരീരം മുഴുവൻ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.